വിശ്വാസിക്ക് ഫലിക്കുമോ? വിശ്വാസി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നൊരു സംഭവമുണ്ട്. എന്തിനാ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്? ഈ മന്ത്രവാദത്തെ, കൂടത്രത്തെ മന്ത്രവാദത്തെ. ഈ മന്ത്രവാദത്തെ ഫലിക്കുമോ? ഫലിക്കത്തില്ലെങ്കിൽ നിങ്ങൾ ആരിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഫലിക്കുമെന്ന് വരികിൽ നിങ്ങൾ പിശാചിനെയൊക്കെ എന്ത് ചെയ്യണം? ഭയപ്പെടേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ അകത്ത് വെളിപ്പെടുന്ന ദൈവകൃപയെ അറിയണം. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ അകത്തറിയണം. പുതിയ നിയമ വിശ്വാസിക്ക് മന്ത്രവാദം കൂടോത്രങ്ങൾ ഏൽക്കുമോ ഇല്ലയോ? ഇന്ന് പകലിൽ നിങ്ങൾ എത്ര പേരങ്ങ് ചിന്തിക്കുന്നുണ്ട്? നമ്മുടെ അകത്ത് എപ്പോഴും നമ്മുടെ അകത്തല്ലേ ഓരോരുത്തർ വന്നിച്ച് നമ്മളോട് പറയാറുണ്ട്. ഇതുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ വിളിക്കുമ്പോൾ പറയുന്നതാണ്, ബ്രദറെ ഇന്ന പോലെ വിഷയങ്ങളുണ്ട്, അതിനൊന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് പറയണം. അത് ചിലർ വന്നിച്ച് പറയും അത് എവിടെ ഇരിക്കുമെന്ന് പറയണമെന്ന് പറയും, ചിലർ അത് എവിടെയാണെന്ന് പറയണമെന്ന് പറയും. അങ്ങനെ 100 ആൾക്കാരിങ്ങനെ പറയാറുണ്ട്. പക്ഷേ കർത്താവിൻ്റെ കൃപ അതിൻ്റെ ഒന്നും പിന്നാലെ ഞാൻ യാത്ര ചെയ്യാറില്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ കണ്ടത് ഒരു രക്ഷകനെയാണ്. ഞാൻ കണ്ട യേശുവിനെ കണ്ടത് ഒരു രക്ഷകനാണ്. ആ രക്ഷകൻ എൻ്റെ കൈ പിടിച്ചത് മുതൽ എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ടി വന്നിട്ടില്ല. പാറമേൽ അടിസ്ഥാനമിട്ട വീട് എത്ര വലിയ കാറ്റും കോളും തിരമാല അടിച്ചാലും ആ ഭവനത്തെ തകർക്കാൻ പറ്റത്തില്ലെങ്കിൽ യേശുവിൽ അടിസ്ഥാനമിട്ടവനെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് വ്യക്തതയുടെ. അപ്പോൾ ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുന്ന യോഹന്നാൻ പോലും വിളിച്ചു പറയുന്നു, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ ആരുണ്ട്? എൻ്റെ കൂടെയുണ്ട്. ലോകത്തിലുള്ള എന്തിനേക്കാൾ വലുത് എൻ്റെ കൂടെ ഉള്ളവനുണ്ട്. അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഈ വചനത്തിൻ്റെ ക്രമത്തിനകത്ത് പുതിയ നിയമത്തിലേക്ക് ഒരുവർ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാ. പഴയത് എന്ത് ചെയ്തു പോയി? കഴിഞ്ഞുപോയി. പുതിയതാ. എല്ലാം പുതുതാക്കി തീർത്തു. അപ്പം എല്ലാത്തിൻ്റെ ഉടയവനായിരിക്കുന്ന ഒരുവൻ. അപ്പം നിങ്ങളുടെ ഉള്ളിൽ, ഞാനിതൊന്ന് നിങ്ങളുടെ അകത്തൊന്ന് കടക്കാൻ ഇങ്ങനെ പയ്യെ കൊണ്ടിരുന്നത്, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാ ഉണ്ടെന്ന് വരികിൽ, പരിശുദ്ധാത്മാ നിറവ് നിങ്ങളുടെ അകത്തുണ്ടെന്ന് വരികിൽ, ലോകത്തെ ജയിച്ചവൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ലോകത്തെ ജയിച്ചവൻ്റെ ആത്മാവാണ്. യോഹന്നാൻ പറയുന്നത്, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാകുന്നു. അപ്പോൾ ലോകത്തിലുള്ള ഏത് ശക്തിയേക്കാൾ വലിയ ശക്തി എവിടെയുണ്ട്? എൻ്റെ അകത്തുണ്ട്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യേ. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാകുന്നു. അപ്പോൾ നമ്മുടെ അകത്ത് കൊണ്ട് ഇടുന്ന ആ ഇരുട്ട് അല്ലെങ്കിൽ ആ ശക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാത്തതിൻ്റെ കാരണം നമ്മൾ ഭയത്തിൻ്റെ കീഴിലേക്കാവും. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മ ശക്തി ഉണ്ടെങ്കിൽ, ആത്മസാന്നിധ്യമുണ്ടെങ്കിൽ, ദൈവകൃപയുണ്ടെങ്കിൽ, പരിശുദ്ധാത്മ നിറവുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ എഴുതി വെച്ചു, നിങ്ങളൊരു അത്ഭുതമായി മാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു. ഏത് ശക്തിയെയും ജയിക്കുന്ന ദൈവകൃപ, എന്തിനേയും ജയിക്കുന്ന പരിശുദ്ധാത്മ സാന്നിധ്യം. യേശു കർത്താവ് ഒന്നിനെയും മുന്നിൽ ഭയത്തിൻ്റെ വീട് പോലും പറഞ്ഞിട്ടില്ല. കാരണം യേശു കർത്താവിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ തിരിച്ചറിഞ്ഞിരുന്നു. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെടുവിൻ. നിങ്ങൾ എന്ത് ചെയ്യാനാ പറഞ്ഞേ? രോഗികളെ സൗഖ്യമാക്കണം, ഭൂതഗ്രസ്തരെ വിടുവിക്കണം. അപ്പോൾ ഈ ഭൂതത്തെയാണ് നിങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പവറിനെയാണ് നിങ്ങൾ പേടിക്കുന്നത്. ഇവിടെ പറയുന്നു, യേശു പറയും, നിങ്ങൾ ഇറങ്ങി പുറപ്പെടാം, ഭൂതഗ്രസ്തരെ വിടുവിക്കണം. പറഞ്ഞു കേട്ടോ? രോഗികളെ സൗഖ്യമാക്കണം, ഭൂതഗ്രസ്തരെ വിടുവിക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം, നിങ്ങൾക്ക് ദാനമായത് കിട്ടിയത് ദാനമായി കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ യേശു പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മ ശക്തിയെ ആര് തിരിച്ചറിഞ്ഞാലേ ഇറങ്ങി പുറപ്പെടാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളിലുള്ള ദൈവശക്തിയെ തിരിച്ചറിയണം. ഇത് പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ വരുമ്പോൾ നിങ്ങളുടെ അകത്ത് വ്യക്തതയോടുകൂടി തിരിച്ചറിയണം. ഒന്ന് ശൗമേലിൻ്റെ പുസ്തകം എടുത്തേ. പഴയ നിയമത്തിൽ തുടങ്ങും. 1 ശൗമേലിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഫെലിസ്ത്യർ ദൈവത്തിൻ്റെ പെട്ടകം എടുത്തു,
അസ്തോറിലേക്ക് കൊണ്ടുപോയി ദാഗോന്റെ അരികിൽ വെച്ചു. ഇതിനകത്ത് ശ്രദ്ധിച്ചോണേ, ദൈവം വസിക്കുന്ന പെട്ടകം. പുതിയ നിയമത്തിലേക്ക് കടക്കും. ദൈവം വസിക്കുന്ന പെട്ടകം. ഈ പെട്ടകത്തെ എടുത്തു എവിടോട്ട് കൊണ്ടുവരുക? ഇവർ ചുമന്നോട്ട് വരുന്നത് എവിടെയോട്ടോ ഓടുന്നേ? ദൈവത്തിൻ്റെ പെട്ടകം എടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു. ദാഗോന്റെ അപ്പോൾ അവിടെ ഒരു പ്രതിമ ഇരിപ്പുണ്ട്. ആരുടെ പ്രതിമയാ? ദാഗോന്റെ പ്രതിമ അവിടെ ചെയ്യാം. ദാഗോന്റെ അരികെ വെച്ചു. പിറ്റേന്നാൾ രാവിലെ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപിൽ കവണ്ണു വീണ് കിടക്കുന്നത് കണ്ടു. ആ പ്രതിമ എടുത്ത് വീണ്ടും എന്ത് ചെയ്തു? പഴയ സ്ഥാനത്ത് തന്നെ നിർത്തി. പിറ്റേന്നാൾ എഴുന്നേറ്റപ്പോൾ ദാഗോന്റെ യഹോവയുടെ പെട്ടകത്തിന് മുന്നിൽ കവണ്ണു വീണ് കിടക്കുന്ന കണ്ടു. ദാഗോന്റെ അപ്പൊ ഇവിടെ നോക്കിയേ, ആ പ്രതിമയേക്കാൾ ശക്തിയുള്ള ദൈവത്തിന്റെ പെട്ടകം. അപ്പൊ ഇടവിരിക്കുക. ഇത് എവിടെയാ കൊണ്ട് വെച്ചിരിക്കുന്നേ? ആരധിവസിക്കുന്നിടത്തായി പെട്ടകം ചെന്നേ? പിടികിട്ടുന്നോ? ദാഗോന്റെ പ്രതിമ വെച്ച് ആരാധന നടക്കുന്നിടത്താണ് ഇതൊരു ദൈവത്തിന്റെ പെട്ടകത്തെ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പൊ അതിൻ്റെ അധികാരത്തിലേക്ക് ആര് കടക്കുക? ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവരുക. ഈ പെട്ടകം വന്നു കഴിഞ്ഞപ്പോൾ ദാഗോന്റെ പ്രതിമ എന്ത് ചെയ്തു? അത് മറിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ അവരെടുത്ത് വീണ്ടും നാട്ടി വെച്ചു. പിറ്റേ ദിവസം വരുമ്പോൾ ഇതിന്റെ കൈകളും കാലുകളും എല്ലാം എന്ത് ചെയ്തു? മുറിഞ്ഞുപോയി. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിങ്ങളിലേക്ക് വരുവാനാണ് ഞാൻ ശ്രമിക്കുന്നേ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവിനെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഒരിരുട്ടിന്റെ അധികാരം നിങ്ങൾ ഭയപ്പെടേണ്ടി വരത്തില്ല. ദൈവശക്തിയെ തിരിച്ചറിഞ്ഞാൽ ഇന്ന് പകല് നിങ്ങൾ അറിഞ്ഞുകയും ഏത് ഇരുട്ടിന്റെ മണ്ഡലത്തിലും നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ആ ഇരുട്ട് അവിടം വിട്ട് മാറുവാൻ തുടങ്ങും. അതുകൊണ്ട് യേശു പറഞ്ഞു, നിന്റെ ഉള്ളംകാൽ ചവിട്ടുന്നിടം അനുഗ്രഹിക്കപ്പെടും. എത്ര വലിയ മന്ത്രവാദി കെട്ടിവെച്ചതാണെങ്കിലും ഇന്ന് പകൽ ആത്മാവുള്ളവനോട് ഞാൻ ദൂത് പറയാം, നീ ചെന്ന് പ്രവേശിക്കുന്നിടം വരെ ഉള്ളൂ ഈ ഇരുട്ടിന്റെ അധികാരം. നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെങ്കിൽ ഇന്ന് പകലിലേറെ ആത്മശക്തി ഉള്ളവൻ ചെന്ന് കയറി ചെല്ലുമ്പോൾ ഇരുട്ട് വഴിമാറാൻ തുടങ്ങുമെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറ, നിന്റെയോ നിന്റെ തലമുറ ഇവിടെ തൊടാത്തവണ്ണം ദൈവശക്തി ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്നിലുള്ളവന്റെ ശക്തിയെ ഇന്ന് പകൽ തിരിച്ചറിയണം. അറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എങ്ങനെ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയാം. ഒരു ക്രിസ്തുവിലാണെങ്കിൽ അവ പുതിയ സൃഷ്ടിയാ. പഴയത് കഴിഞ്ഞു പോയെങ്കിൽ ഭയത്തെ അല്ല ഇന്ന് കാണുന്നത്. ഇന്ന് ഭയത്തിന്റെ ശക്തി നിന്നെ തൊടത്തില്ല. നിന്നിൽ വസിക്കുന്നത് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെങ്കിൽ യോഹന്നാൻ പത്മോസിൽ നിന്ന് വിളിച്ചു പറയുന്നു, ഒരു പോരുകൾ നടക്കത്തില്ല. ഇന്ന് പകൽക്കാലം വെളിച്ചപ്പാടത്ത് സ്ത്രീ അവ ലക്ഷണം പറയുന്നവളുടെ മുന്നിൽ നിന്നുകൊണ്ട് പൗലോസ് അവളെ നോക്കിയപ്പോ അവളിലിരുന്ന ആ ദുരാത്മാവ് വിട്ടുപോയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്തറിയണം, നിന്റെ മേലുള്ള ശക്തിയെ ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോ. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോ, അത് ഭയത്തിന്റെ ആത്മാവല്ല, അത് ജയത്തിന്റെ ആത്മാവാണെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല, ഒരു മന്ത്രവാദിക്ക് തൊടാൻ പറ്റത്തില്ല. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിന്നിൽ ഇരിക്കുന്നത് ഈ ലോകത്തെ ജയിച്ചവന്റെ ആത്മാവ് ഉണ്ടെന്ന്, അത് സ്വർഗത്തിന്റെ ആത്മാവാണെന്ന് വിളിച്ചു പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്.
ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ വന്നവൻ, പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിൽക്കുന്നവൻ ഇന്ന് പകൽ തിരിച്ചറിയണം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ ആത്മാവിൻ്റെ നിറവിനകത്ത് തിരിച്ചറിയണം. എന്നെ വിളിച്ച ദൈവത്തെ തിരിച്ചറിയണം, ദൈവാത്മാവിനെ തിരിച്ചറിയണം. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസി വിളിച്ചു പറയും ഈ ദൈവം ആരാണ്, അവൻ്റെ തേജസ് എന്നതാണെന്ന് അറിയണമെങ്കിൽ സങ്കീർത്തനം 84 അധ്യായം അതിൻ്റെ 11 വാക്യം പറയുന്നുണ്ട്, യഹോവയായ ദൈവം സൂര്യനും പരിചയവും ആകുന്നു. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഒന്ന് വിളിച്ചു പറഞ്ഞോണം, യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവയുടെ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല. ഇന്ന് പകൽക്കാലം അറിയണം, ആമി കയ്പിൻ്റെ പേരും വിദ്വേഷത്തിൻ്റെ പേരും പകയുടെ പേരും ആമി എല്ലാത്തിൻ്റെ പുറകെ നടന്നിട്ട് ആമി ചർച്ച വന്ന് കയ്യടിയും കാട്ടും വന്നിട്ട് നിന്റെ കൂടെ സ്വർഗത്തിലെ ദൈവം നിൽക്കത്തില്ല. നിന്റെ വാക്കും നിന്റെ പ്രവൃത്തിയും ക്രിസ്തുവിന് യോഗ്യമാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞോ, ഒരു ബാധയ്ക്ക് നിന്നോട് അടുക്കാൻ പറ്റത്തില്ല, നിന്റെ ദേശത്ത് പോലും നിൽക്കാൻ പറ്റത്തില്ല. ഇരുട്ടിനെ ജയിക്കുന്ന ദൈവകൃപ നിന്റെ പേരുണ്ട്. അതുകൊണ്ട് പറയുന്നു, കൃപയും മഹത്വവും നൽകുന്ന, നേരോടെ നിനക്ക് കൃപ നൽകുന്നവൻ, മഹത്വം നൽകുന്നവൻ. എങ്ങനെയുള്ളവർക്ക്? നേരോടെ നടക്കുന്നവർക്ക് അവർക്കൊരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മാവിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ കൃപ എന്ന് പറയുന്നത്, അവൻ നേരോടെ നടക്കുന്നവനായി മാറും. അവനോടുകൂടെ ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. എത്ര പേര് വിശ്വാസത്തിനകത്ത് വിളിച്ചു പറയുന്നുണ്ട്? സ്വർഗം നിന്നെ വിളിച്ചതാന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം നമ്മളെ തെരഞ്ഞെടുത്താന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആത്മാവിനെ നടത്തുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്വാമി പരിശുദ്ധാത്മ ശക്തി എൻ്റെ മേലുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കും? ഇന്ന് പകലിൽ ദൈവ സാന്നിധ്യം എൻ്റെ മേലുണ്ടെങ്കിൽ, ദൈവ കൃപ എൻ്റെ മേലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ നടത്തിപ്പ് എൻ്റെ മേലുണ്ടെങ്കിൽ ഇന്ന് ഭയത്തിനകത്തല്ല, അത് ജയത്തിലേക്ക് മാറുക തന്നെ ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയും, യേശുവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നമ്മുടെ അകത്തറിയണം, നമ്മുടെ തെരഞ്ഞെടുപ്പിനെ തിരിച്ചറിയണം. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്, നമ്മുടെ അകത്തൊരു ബോധ്യം വരണം. ആ ബോധ്യത്തിനകത്ത് നിൽക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുന്നത് ഈ ശക്തിയെല്ലാം ജയിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് റോമാലേഖനം 8 അധ്യായത്തിൻ്റെ 30 വാക്യം പറയുന്നു, മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ദൈവം എന്നെ വിളിച്ചതാണെങ്കിൽ, ദൈവം എന്നെ മുന്നേ പേർ ചൊല്ലി വിളിച്ചതാണെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയണം, മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചു. ദൈവം എന്നെ നീതീകരിച്ചും എന്നെ തേജസ്കരിച്ചുമിരിക്കുന്നു. എൻ്റെ മേൽ അവൻ്റെ അഭിഷേകത്തെ തന്നു നിർത്തിയിരിക്കുന്നു. ഇന്ന് പകൽ എത്ര പേര് ആത്മാവിനകത്ത് നിറച്ചു പറയും, എന്നെ ദൈവം വിളിച്ചതാണെന്ന് പറയുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. എന്നെ നീതീകരിച്ചെന്ന് പറയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. എൻ്റെ മേൽ ദൈവത്തിന് തേജസ് ഉണ്ടെന്ന് പറയുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം പറയണം, ഈ ഭൂമിയിലെ തേജസ് അല്ല എൻ്റെ മേൽ ഇരിക്കുന്ന തേജസ്, സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ തേജസ് എൻ്റെ മേലുണ്ടെന്ന് ഇന്ന് പറയുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവൻ എന്നെ മുന്നേ വിളിച്ചതാണെന്ന്. ആ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അവ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവെ വിളിച്ചു പറ, ദൈവത്തിന്റെ തേജസ് എൻ്റെ മേലുണ്ടെന്ന്, ദൈവിക തേജസ് നമ്മുടെ മേലുണ്ടെന്ന്, പരിശുദ്ധാത്മാവിന്റെ തേജസ് എൻ്റെ മേലുണ്ടെന്ന്. ഇന്ന് ഭയപ്പെടുന്നതല്ല, ഈ തേജസ് പോകുന്നിടത്ത് എൻ്റെ മേൽ ഇരുളൊട്ടുമില്ല, എൻ്റെ മേൽ ഒരു ഇരുളൊട്ടുമില്ല. യേശുവിൻ്റെ മേൽ ഇരുളുണ്ടെങ്കിൽ എൻ്റെ മേൽ ദൈവത്തിന് തേജസ് ഉണ്ടെന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറ. യേശുവിൻ്റെ നാമത്തിന്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, കണ്ടോ, ദൈവം എന്നെ വിളിച്ചു, ദൈവത്തിന്റെ തേജസ് എൻ്റെ മേൽ പകർന്നു. ഇപ്പൊ എൻ്റെ മേൽ ഇരിക്കുന്ന ആരുടെ തേജസ്സാ? ദൈവപുത്രൻ്റെ തേജസ് എൻ്റെ മേലുണ്ട്. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ മുന്നിൽ ഭൂതങ്ങൾ കീഴടങ്ങപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ തേജസ്സുള്ളവൻ്റെ മുന്നിലും ഭൂതങ്ങൾ കീഴടങ്ങപ്പെടും. ഇന്ന് പകലത്തവര് യേശുവിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ അധികാരം താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ എഴുതി വെച്ചോ, നിന്റെ മുന്നിലും ഈ മന്ത്രവാദിയുടെ ചപ്പൊന്നും നടക്കത്തില്ല, ആ വിചാരക്കാരൻ്റെ പരിപാടി നടക്കത്തില്ല. ഒരു പ്രാവശ്യമേ നിനക്കിട്ട് ആ വിചാരക്കാരൻ ചെയ്യത്തുള്ളൂ. പിന്നെ അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട
വരത്തില്ല. ഇന്ന് പകൽക്കാരനുള്ള ഗദരദേശത്തെ ഭൂതം യേശുവിനെതിരായ ഒരു കാറ്റടിപ്പിച്ചു. കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ശിഷ്യന്മാർ ഭയത്തോട് ചോദിച്ചു, അമ്മ നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? യേശു ചോദിച്ചു, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നിങ്ങൾക്ക് ഞങ്ങളെ എന്നെ വിശ്വാസമില്ലേ? ഈ കടലിനെ കരയെ ഉണ്ടാക്കിയത് ഞാനാണെങ്കിൽ ഇതെന്റെ മുന്നിൽ അടങ്ങുക തന്നെ ചെയ്യാം. ഗദരദേശത്ത് പടക് ചെന്ന് നിർത്തുമ്പോൾ അവിടെ നിന്നിരുന്ന ലെഗിയോൻ യേശുവിന്റെ കാൽക്കൽ വന്നിട്ട് ചോദിക്കുക, നാഥാ, നമ്മൾ തമ്മിൽ എന്ന ഇടപാട്? ഇന്ന് പകൽക്കാലം പറയണം, നിന്റെ മേലേക്ക് ശക്തിയെ ഇന്ന് പകൽ തിരിച്ചറിയണം. ആമേൻ. ഇന്ന് പകൽക്കാലം നിന്റെ മേലുള്ള ആത്മാവിനെ തിരിച്ചറിയണം. അത് അടങ്ങിയിരിക്കുന്ന ആത്മാവല്ല, ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവാണ്. ഓ, വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യേ. ഇന്ന് പകലിൽ ആത്മാവിന്റെ നിറവിനകത്ത്, പരിശുദ്ധാത്മാവിന്റെ നിറവിനകത്ത്, ഓ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വിശ്വാസത്തോടെ വിളിച്ചു പറ, അവന്റെ തേജസ്സിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 1:3 വന്നപ്പോൾ പറയുന്നൊരു വാക്കുണ്ട് കേട്ടോ. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കും. പിടികിട്ടിയോ? സകലത്തെയും വഹിച്ച യേശു. ഒന്ന് വായിക്കാം അവിടെ 1:4. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം മഹിമയുടെ തേജസ്സിന്റെ വലത്തുവശത്ത് എൻ്റെ പുത്രൻ തമ്പുരാൻ ഇരിപ്പുണ്ട്. ഇന്ന് പകൽക്കാലം ആ തേജസ്സുള്ളവനെ എന്നെ വിളിച്ചത്, ആ തേജസ്സുള്ളവനെ എന്നെ വിളിച്ചത്, പിതാവാം ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവ എന്നെ വിളിച്ചത്. ആ തേജസ് എൻ്റെ മേൽ പകർന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് എന്തിനു വേണ്ടി? എൻ്റെ പാപത്തിന്റെ പരിഹാരകത്വം ചെയ്ത് പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷം അവൻ പിതാവാം ദൈവത്തിന്റെ വലത്തുവശത്ത് പുത്രൻ തമ്പുരാൻ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് നിനക്കിന്ന് പകൽക്കാലം പറയണം, നീ ഇന്ന് ഭയപ്പെടേണ്ടത് അലലി പിശാചിനെ അല്ല, ദൈവ തേജസ്സിന്റെ കൃപയ്ക്കകത്ത് നിൽക്കുമെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം അറിയണം, ഈ സഭയ്ക്കകത്തിരിക്കുന്നവരിൽ അറിയണം, പിശാച് നിന്നെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. നാട്ടുകാർ പറയുന്നവർ കാണും, നാട്ടുകാർ പറയും മന്ത്രവാദി ചെയ്തെന്ന്, ചില ഉടായ്പ കേട്ട് നടക്കുന്നവൻ പറയും മന്ത്രവാദി ചെയ്തിട്ടുണ്ടെന്ന്. ഇന്ന് പകൽക്കാലം പറയണം, നിനക്കെതിരായി ഒരു വ്യാധയും കൂടാരത്തിൽ അടുക്കത്തില്ല. ദൈവത്തിന്റെ തേജസ് ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ തേജസ് നിലനിൽപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറയും, ഒരു മന്ത്രവാദിയുടെയോ ഒരു ആഭിചാരക്കാരൻ്റെയോ ഒരു ശൂദ്രക്കാരൻ്റെയോ ഒരു ശക്തിയും നിന്റെ ഭവനത്തിന്മേൽ വരത്തില്ല. ഓ ഹല്ലേലൂയ. നിനക്കെന്തോ ദോഷം വരാൻ പോകുകയെന്ന് അമ്മേ ഒരു പ്രവചനം പറഞ്ഞു പറയാം, നിനക്കെന്തോ ഒരു ദോഷം വരാൻ പോവുക. ഞാനത് കാണുന്നു, അത് വീട്ടിൽ കണ്ടാൽ മതി, ഇവിടെ വേണ്ട. എന്നതാ കാര്യമെന്നറിയോ? ഞങ്ങളുടെ മേൽ പകരപ്പെട്ടത് ഉയർത്തെഴുന്നേറ്റവന്റെ തേജസ്സാണെന്ന് പിടികിട്ടിയ ഞങ്ങളുടെ മേൽ പകരുന്നത് ഉയർത്തെഴുന്നേറ്റവൻ ആത്മാവിന്റെ ശക്തിയാണെന്ന് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയണം. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലാകുന്നതിന് മുമ്പേ എന്നെ പേർ ചൊല്ലി വിളിച്ച ഒരു ദൈവമുണ്ടെന്ന് പറയുന്നവർക്കായി അവൻ എന്നെ നീതീകരിച്ചു, അവൻ എന്നെ തേജസ്കരിച്ചു. ഇന്ന് ഞാൻ നിൽക്കുന്ന അവന്റെ കൃപയിലാന്ന് പറയുന്നവർക്കായി. ഓ ഹല്ലേലൂയ. നിങ്ങൾ എന്തിനെയാണ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഏതിനെയാണ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇന്ന് പകൽക്കാലം അറിയണം, ആമി ഒരു പെട്ടകം കൊണ്ടുപോയി ആമി ഒരു ക്ഷേത്രത്തിനകത്ത് വെക്കുമ്പോൾ അവിടുത്തെ പ്രതിമ താഴെ വീണ് ഒടിഞ്ഞു പോയെങ്കിൽ അതേ ആത്മാവിനകത്ത് പറയാം, അന്ന് പെട്ടകത്തിനകത്ത് ആത്മാവ് ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് നിന്റെ അകത്തേക്ക് ആത്മാവിനെ തന്നു. ഇന്ന് പകൽക്കാലം അതുകൊണ്ടാണ് പറയുന്നത്, ദേവാലയത്തിന് തിരശ്ശീല രണ്ടായി ചീന്തിപ്പോയി അകന്നിരുന്ന ദൈവം ഇന്ന് എന്നോട് കൂടെ വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമോ ദൈവത്തിന്റെ നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ എന്നാ ചോദിച്ചാൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ ഞാൻ ദൈവത്തിന്റെ മന്ദിരമാ, എന്റെ അകത്തിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അതിനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ദൈവശക്തിക്കായി ദൈവകൃപയ്ക്കായി അത് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് എബ്രായ ലേഖനം 10-ാം 23-ാമത്തെ വാക്യം പറയുക, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നിനക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തോണ്ടല്ലോ, ഇവിടെ ആരുമല്ല, സ്വർഗത്തിൽ നിന്നാ ഈ വാഗ്ദത്തം കിട്ടിയവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേ ഇന്ന് പകലേറിയ പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ.
ഇന്ന് പകൽക്കാലം പറഞ്ഞു, എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം വിശ്വസ്തനാ. ഇന്ന് പകൽക്കാലം പറയാം, ആകാശം ഭൂമിയും മാറിപ്പോയാലും അവൻ്റെ വചനത്തിന് വ്യത്യാസമില്ലെങ്കിൽ, ഇന്ന് പകൽ നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു അരുളപ്പാട് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നീ വിളിച്ചു പറയണം, അതെൻ്റെ മേലും എൻ്റെ തലമുറയുടെ മേലും വീഴുന്നിരിക്കുക. ആമി അതുകൊണ്ട് പറഞ്ഞ മഞ്ഞും മഴയും അവൻ വെച്ചിരിക്കുന്നെങ്കിൽ, വിതയും കൊയ്ത്തും വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ വാഗ്ദത്തം നിന്റെ മേൽ വന്ന് വീഴുക തന്നെ ചെയ്യും. ഇന്ന് പകൽ നിന്റെ തലമുറയുടെ മേൽ ആ വാഗ്ദത്തം വീഴുക തന്നെ ചെയ്യും. എന്തിനാ? അതുകൊണ്ട് പറയുന്നത്, പ്രത്യാശ എന്ത് ചെയ്തോണം? മുറുകെ പിടിച്ചോണം. വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചോണം. ദൈവം പറഞ്ഞതിനെ മുറുകെ പിടിച്ചോണം. അതിനിടയിലേക്ക് വരുന്ന ഉരുട്ടുകളുണ്ട്, അതിനെ ജയിച്ചോണം. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് നിന്റെ ഭവനത്തോട് പറഞ്ഞത്, നിന്റെ തലമുറയോട് പറഞ്ഞത്, നിന്റെ മേലിട്ട വാഗ്ദത്തം അത് പറഞ്ഞവൻ സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ, അത് വെളിപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയാം, ആത്മാവ് നിനക്ക് വിളിച്ചു പറയണം. ഇന്ന് പകൽക്കാലം ഒരു കണ്ടത്തിനകത്ത് ഒരു പാടത്തിനകത്ത് നിൽക്കുന്ന കാളയുടെ കൂടെ പൂട്ടാൻ നിൽക്കുന്ന എലീശ എന്ന് പറയുന്ന മനുഷ്യന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ അരുളപ്പാടുമായി ചെന്നിട്ട് ഏലിയാവ് പറയുന്നു, ദൈവം നിന്നെ വിളിക്കുന്നു. എലീശ അതിനെ വിട്ടെറിഞ്ഞ് ഏലിയാവിന്റെ കൂടെ നടന്നപ്പോൾ കാര്യങ്ങൾ കണ്ടില്ല. അവൻ നാളുകൾ നടക്കാൻ തുടങ്ങി, ശിഷ്യഗണത്തിൽ നടക്കാൻ തുടങ്ങി, അത്ഭുതമൊന്നും കണ്ടില്ല. എന്നാൽ ഏലിയാവ് സ്വർഗാരോഹണം ചെയ്തു, ഭൂതഭവന്റെ മേൽ വന്നു. യോർദാൻ വഴിമാറിയെങ്കിൽ ഇന്ന് സ്വർഗം പറഞ്ഞതാണെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും, നിന്റെ തലമുറയ്ക്കകത്ത് വെളിപ്പെടും. ഇത് പറഞ്ഞ സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ, അവന്റെ പുത്രനാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ആ സ്വീകാര്യത്തെ ഇന്ന് പകലിൽ മുറുകെ പിടിച്ച്, ആ സ്വീകാര്യത്തെ മുറുകെ പിടിച്ച് ഒരു പ്രത്യാശയോടെ വിളിച്ചു പറ, എന്റെ ഭവനത്തോട് ദൈവം പറഞ്ഞത്, എന്റെ തലമുറയോട് ദൈവം പറഞ്ഞത്, ദൈവ സഭയോട് ദൈവം പറഞ്ഞത് അത് സംഭവിക്കുമെന്ന് അത് വിശ്വസിക്കുന്നത് മാത്രം ഇന്ന് പകൽ കർത്താവിനെ സ്തോത്രം ചെയ്യും. Power the Holy Spirit. മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ, നീ ഇനി അധികം കാലം പോകത്തില്ല കേട്ടോ, നിന്റെ തലമുറ. ഇന്ന് പകൽക്കാലം പറഞ്ഞ നീതിയോടെ വിശ്വസ്തയോടെ ജീവിക്കുന്നവനോട് പറയാ, ഒരു നന്മയ്ക്ക് നിനക്ക് കുറവ് വരത്തില്ല. ഇന്ന് പകൽ പ്രതികൂലം വന്നോട്ടെ, കാറ്റടിച്ചോട്ടെ, അതിനപ്പുറം സ്വർഗം നിന്റെ മേൽ ഇടപെടും. കാരണം എന്നറിയോ, മുന്നവേ എന്നെ വിളിച്ച് നീതീകരിച്ച ഒരു ദൈവമുണ്ട്. എത്ര പേര് പറയുന്നുണ്ട്? ഇന്ന് പകൽക്കാലം വിശ്വാസത്തിനകത്ത് വിളിച്ചു പറയുന്നുണ്ട്. എന്താ ബൈബിൾ പറഞ്ഞു വെച്ചെന്നറിയോ? ബൈബിൾ എന്താ പറഞ്ഞു വെച്ചെന്നറിയോ? അപ്പൊ ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോ, ദൈവ മഹത്വം വെളിപ്പെടുമ്പോ ഇരുട്ടിന്റെ അധികാരങ്ങൾ മാറും. ഹല്ലേലൂയ. ഇത് പ്രവാചകന്മാർ വെളിപ്പെടുത്തി വെച്ചു. പഴയ നിയമത്തിനകത്ത് പ്രവാചകന്മാർ വെളിപ്പെടുത്തി വെച്ചു, ഇരുട്ടിനെ ജയിക്കുന്ന ജനം എഴുന്നേൽക്കാൻ പോവാ, പിശാചിനെ ജയിക്കുന്ന ജനം എഴുന്നേക്കാൻ പോവാ. ആമേൻ. പ്രവാചകന്മാർ വെളിപ്പെടുത്തി വെച്ചു, യേശുക്രിസ്തു മുഖാന്തര അവൻ്റെ ആത്മാവിനാൽ ഇരുട്ടിൻ്റെ അധികാരത്തെ ജയിക്കുന്ന ദൈവസഭകൾ എഴുന്നേക്കോ, ദൈവ മക്കൾ എഴുന്നേക്കോ എന്ന് പ്രവാചകന്മാർ പ്രവചിച്ചു വെച്ചു. അതിനെ എത്ര അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് 17-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ പത്രോസ് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ കാലമുണ്ട്, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? അന്ന് പഴയ നിയമത്തിനകത്ത് പറഞ്ഞു വെച്ചത്, പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന ദൈവം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ, അതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് പറയുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്നു എന്ന് പറയുന്നത്, ഈ ആത്മാവ് അകത്ത് വന്നവൻ ഇന്ന് പകൽക്കാലം പറയണം. അതിനെ പത്രോസ് പറയുന്നത് അന്ത്യകാലത്ത്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുക, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ പേരും വായിച്ചേ എൻ്റെ ആത്മാവിനെ. ആത്മാവിനെ? നിങ്ങളെ എൻ്റെ കൂടെ ഉണ്ടോ? പണ്ട് വസിച്ചുകൊണ്ടിരുന്ന പെട്ടകത്തിനകത്താണെങ്കിൽ അന്നതൊരു ക്ഷേത്രത്തിൽ കൊണ്ടു വെച്ചപ്പോൾ അവിടെ ഇരുന്ന വിഗ്രഹങ്ങൾ ഒടിഞ്ഞു പോയെങ്കിൽ ഇന്ന് പകലറിഞ്ഞ് ഈ ആത്മാവ് എവിടെ വന്നു? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസും അവന്റെ കൂടെയുള്ള 12 പേരും സെഹിയോമാളിയ മുറിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ പേരും എൻ്റെ ആത്മാവിനെ പകരാൻ പോവാ. ലഭിക്കപ്പെട്ടവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക.
യേശുവിൻ്റെ നാമത്തെ സ്നാനപ്പെടുവെന്ന പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങളുടെ മേൽ ലഭിക്കപ്പെടും. ഈ ആത്മാവ് നിങ്ങളുടെ മേൽ ഉണ്ടെന്ന് പറയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം പറഞ്ഞ് ഞാനിതൊരു വെളിപ്പാടിനകത്ത് പറയുന്നതിന് കാരണം, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അകത്ത് വന്നോ, നിങ്ങളുടെ വീടിനകത്ത് വന്നോ, ഒരുവൻ മന്ത്രവാദം നിനക്കെതിരായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു ചൂടുവെള്ളം കോല് കൊടുക്കുക, ഇറക്കി വിട്ടോണം. എന്നാന്നറിയോ, അതിൻ്റെ കാലം കഴിഞ്ഞു പോയി. ഇന്ന് പകൽക്കാലം പറഞ്ഞ നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. മന്ത്രവാദിയുടെ ശക്തി വലിക്കുന്ന കാലം കഴിഞ്ഞു പോയി. ഹല്ലേലൂയ. കണ്ണുദോഷത്തിൻ്റെ കാലം കഴിഞ്ഞു പോയി. ഇനിയുള്ളത് ദൈവത്തിൻ്റെ കാലമാ. എന്നതറിയ മുന്നേ നിയമിച്ചവർ, ഇന്ന് എന്നെ ദൈവം തമ്പുരാൻ വിളിച്ചെന്ന് പറയുന്നവർ, എന്നെ വിളിച്ച് വേർതിരിച്ചെന്ന് പറയുന്നവർ, അവൻ്റെ തേജസ് എൻ്റെ മേലുണ്ടെന്ന് പറയുന്നവർ, ഇന്ന് പകൽക്കാലം പറയണം, ഇന്ന് പകലിൽ ദൈവാത്മാവിനകത്ത് വിളിച്ചു പറയണം, എൻ്റെ മേലുള്ള ദൈവശക്തിയെ ഇന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് പത്രോസ് വിളിച്ചു പറഞ്ഞത്, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ പേരും അവൻ്റെ ആത്മാവിനെ പകരുമെന്ന്. ആമേ, നിങ്ങളുടെ ആമേ, എന്നിട്ട് പറയാ, നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനം. കണ്ടോ ആത്മാവിനെ പകർന്നു കഴിഞ്ഞപ്പോൾ ആത്മാവിൻ്റെ പ്രവൃത്തിയും വെളിപ്പെട്ടു. ആമീ, സ്വർഗത്തിൻ്റെ ആത്മാവ് ഇങ്ങോട്ട് വന്നപ്പോൾ ആമീ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞു. ആത്മാവ് ഒരുവൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ആത്മാവിൻ്റെ ശക്തിയെ പറയുന്ന ഭാഗം കണ്ടോ. ആമീ, നിങ്ങളുടെ പുത്രിമാർ പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങൾ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഇന്ന് പകൽക്കാലം പറയുന്നത് ദർശനങ്ങൾ വലുതാകാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം പറയുന്നത് നിൻ്റെ അകത്ത് ദർശനങ്ങൾ വലുതാകാൻ തുടങ്ങണം. നിൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങണം. പ്രാർത്ഥനാമുറി ദൈവ സാന്നിധ്യം ഇറങ്ങി വരണം. ദൈവ മഹത്വം വെളിപ്പെടാൻ തുടങ്ങണം. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ വെളിപ്പെടാൻ തുടങ്ങണം. ഇന്ന് പകൽക്കാലം ആരാണ്ട് ഏതാണ്ട് ചെയ്തെന്ന് പറഞ്ഞ് നടക്കാനല്ല, അതിനെ ജയിക്കുന്ന ഒരു ശക്തി നിന്റെ പേരുണ്ടെന്ന് തിരിച്ചറിയുന്ന ഓർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? വിശ്വാസത്തിനകത്ത് വിളിച്ചു പറയണം, എൻ്റെ മേൽ പകരപ്പെട്ട ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പരിശുദ്ധാത്മ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ടെന്ന്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിന്റെ മേൽ ഉണ്ടെന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ ആത്മനിറവിനകത്ത് വിളിച്ചു പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. ഇന്ന് കാരണം എന്നറിയോ, ഇരുട്ടിൻ്റെ അധികാരം ഉണ്ടെന്ന് നിങ്ങളുടെ അകത്തേക്ക് കൊണ്ടിടുക. വിത്ത് നിങ്ങളുടെ മേൽ ഇരിക്കുന്ന ആത്മാവ് ഏതാണെന്നറിയോ? പരിശുദ്ധാത്മ ശക്തിയാ. ഈ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് എന്ത് ചെയ്തിരിക്കുക? നിറഞ്ഞിരിക്കുക. തിരിച്ചറിയാൻ പോകല്ലേ, നീ വാ തുറക്കാതെ പോകല്ലേ, നീ അതിനെ തിന്നിലുള്ളവനെ തിരിച്ചറിയാതെ പോകല്ലേ. ഇന്ന് പകൽക്കാലം പറയണം, എല്ലാവരും പറയും തലകുലിക്ക് കേൾക്കാൻ നിൽക്കല്ലേ. അതിനപ്പുറം ദൈവശക്തി നിന്റെ മേലുണ്ട്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? നിന്നെക്കുറിച്ച് ദൈവം തമ്പുരാൻ ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെക്കുറിച്ച് നിന്റെ തലമുറയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ നേരോടെ നടക്കുന്നവനെങ്കിൽ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല കേട്ടോ. അത് നിന്റെ പേര് ദൈവം തന്നെ തരിക ചെയ്യും. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അത് നിന്റെ പേര് നിന്റെ തലമുറയുടെ മേൽ വരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമീൻ. ഇന്ന് പകൽക്കാലം ആമീൻ, നമ്മുടെ വിശ്വാസത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ ഉറയ്ക്കണം. ആമീൻ. ആരാണ്ട് ഏതാണ്ട് ചെയ്തെന്നുള്ളതല്ല. ആരാണ്ട് ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ നിനക്ക് കേൾക്കത്തില്ല. നിന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇരിക്കുക. ആമേ, ദൈവത്തെ പിടിച്ചു കെട്ടാൻ പിശാചിന് പറ്റത്തില്ലെങ്കിൽ നിന്നെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. ഇന്ന് പകൽ എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. ഏതിനെ ജയിക്കുന്ന ഒരു ദൈവശക്തി നിങ്ങളുടെ മേലുണ്ട്. എത്ര പേര് ആമീൻ പറയുന്നു? ഏത് ശക്തിയെ ജയിക്കുന്ന ഒരു ദൈവകൃപ. ഹല്ലേലൂയ. ആമീൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനെ. അതുകൊണ്ട് എഫെസ്യ ലേഖനം 4-10 വാക്യം പറയുന്നുണ്ട്, ഇറങ്ങി വന്നവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. ഇറങ്ങി വന്നവൻ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. സകലത്തിലെയും നിറയ്ക്കാൻ. ഇന്ന് പകല് വിശ്വസിക്കുന്ന നിന്നോട് പറയാം, നിന്നെ നിറയ്ക്കാൻ, നിന്റെ ഭവനത്തെ നിറയ്ക്കാൻ, നിനക്കെതിരായി വന്ന ചിലതിനെ ജയിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നിന്റെ മേൽ ഉണ്ടെന്ന് പറയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനാൽ നിന്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനാണ് ആമി ഇരുട്ടായിരിക്കുന്നേക്ക് നീ നടക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ചില അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. എത്ര പേര് ആമി പറയുന്നുണ്ട്? ഇന്നലെ പകൽക്കാലം പറഞ്ഞു, നീ ചെന്ന് കയറുന്ന ചില ഭവനങ്ങൾക്കകത്ത് അത്ഭുതം നടക്കും. ആമി, നീ
കയറി ചെല്ലുന്ന ചില പ്രദേശങ്ങൾക്കകത്ത് അത്ഭുതം നടക്കുക. നീ ചെല്ലുന്ന ഓഫീസിനകത്ത് അത്ഭുതം നടക്കുക. നിനക്കെതിരായി നിന്ന് ചലിക്കപ്പെടുന്ന ചലനത്തിനകത്ത് നീ കയറി ചെല്ലുമ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കുക. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? നിനക്കെതിരായി വാദിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുടെ വായ്കളെ സ്വർഗത്തിലെ ദൈവം അടച്ചുകളയും. ഇന്ന് പകൽക്കാലം നിനക്കെതിരായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലതിൻ്റെ പേർ അത് ജയമെടുക്കാൻ തുടങ്ങും. നിനക്കെതിരായി വരുന്ന ചില നാവിനെ ദൈവം തെറ്റിച്ചു കളയും. ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറ, നിന്റെ തലമുറയ്ക്കെതിരായി അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലത് തെറ്റിക്കത്തക്ക തലത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇന്ന് പകൽക്കാലം അറിഞ്ഞോ, നീ ചെല്ലുന്നത് എത്ര വലിയ ഇരുട്ടിന്റെ അധികാരമുള്ള ദേശത്താണേലോ നീ ചെന്ന് കാലുകുത്തുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലെന്ന് പറയുക, ഫിലിപ്പോസ് ചെല്ലുമ്പോൾ ശമരിയ പട്ടണത്തിൽ ഭൂതങ്ങൾ വിടുവിക്കപ്പെടുവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാല ബാധകൾ ഒഴിയുവാൻ തുടങ്ങി. കാരണം എന്നാണെന്നറിയോ? യേശുവിന്റെ ആത്മാവുള്ളവൻ ഫിലിപ്പിയ പട്ടണമേ ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പോസ്തല പ്രവൃത്തി 8-നകത്ത് പറയുന്നത്, അൽപാമി പറയുക, ഫിലിപ്പിയോസ് ആ പട്ടണത്തിൽ ചെന്നപ്പോ അവിടെ അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങി. എന്നിട്ട് പറയുക, ആ പട്ടണത്തിൽ മഹാസന്തോഷമുണ്ടായി. ഇന്ന് പകൽക്കാലം പറയണം, നീ കയറുന്നിടത്ത് മഹാസന്തോഷമുണ്ടാവും. കാരണം എന്നറിയോ? ഇരുട്ട് നിന്റെ മുന്നിൽ വഴിമാറാൻ പോകുക. ഇരുട്ട് നിന്റെ മുന്നിൽ വഴിമാറാൻ പോകുക. നിന്റെ തലമുറ ബന്ധിക്കപ്പെട്ടതല്ല പറയുന്നത്, അവർ ബന്ധനം അഴിഞ്ഞെന്ന് പറയാൻ തുടങ്ങണം. അവർക്ക് കരുതൽ വന്നതല്ല, അവർക്ക് വേണ്ടി ദൈവം വഴി ഒരുക്കിയെന്ന് പറയാൻ റെഡിയാകണം. ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറ, നിന്റെ ബിസിനസ്സിനകത്ത് അനുഗ്രഹമുണ്ടാവും, നിന്റെ തലമുറയ്ക്കകത്ത് അനുഗ്രഹമുണ്ടാവും, നിന്റെ ജോലിക്കകത്ത് അനുഗ്രഹമുണ്ടാവും. എന്നറിയോ? ഇത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമാ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയണം. ഹല്ലേലൂയ. ഇന്ന് പകൽ നിറയ്ക്കുന്നവന്റെ നിറവിനോളം നിറഞ്ഞു വരുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് പറയുന്നു, സ്വർഗത്തിൽ നിന്ന് കയറിയവനുമാകുന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് കടന്ന് ചെല്ലുന്നിടത്ത് എത്ര വലിയ പോരാട്ടമുണ്ടെങ്കിലും വിടുവിക്കപ്പെടുമ്പോൾ ധൈര്യത്തോടെ വിളിച്ചു പറയാൻ പറ്റുമോ? നിന്റെ ഉള്ളക്കാൽ ചവിട്ടുമ്പോൾ ഇരുട്ട് വഴിമാറുമെന്ന് പറയാം. നീ വെളിച്ചത്തിൽ വസിക്കുന്നവനെങ്കിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവനെങ്കിൽ, ഇന്ന് ഭയത്തിൻ്റെ ആത്മാവിനല്ലാത്തല്ല നിൽക്കേണ്ടത്. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയും, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ഉണ്ടെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ഹല്ലേലൂയ, ആത്മാവിൻ്റെ നിറവിനകത്ത് നിങ്ങൾ നിലനിൽക്കേണ്ട വേണ്ടി ഇത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ 1 പത്രോസ് 4-ാം അധ്യായം 14-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി, പത്രോസ് പറയുക, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ ഭാഗ്യവാന്മാർ, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. വിശ്വാസത്തിലൊക്കെ അങ്ങോട്ട് ഇറങ്ങി പല സ്ഥലത്തും നിന്നെ മാറ്റി നിർത്തിയിട്ടില്ലേ? പലരും നിന്നെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വിട്ടില്ലേ? ഇവിടെ പത്രോസ് പറയാ, ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി വില കൊടുത്തിട്ടുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിന് വേണ്ടി സാക്ഷ്യം നിന്നിട്ടുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിന് വേണ്ടി പലരും നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ സ്വർഗം വിളിച്ചു പറയാ, നീ ഭാഗ്യവാനാണ് കുഞ്ഞെ, നിന്റെ തലമുറയും ഭാഗ്യമുള്ളതാ. ഇന്ന് പകൽക്കാലം പറഞ്ഞാൽ, ഈ നാമത്തിന് വേണ്ടി ഞാൻ നിന്നെ ഏറ്റിട്ടുണ്ടെങ്കിൽ, പരിഹാസം ഏറ്റിട്ടുണ്ടെങ്കിൽ, ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു, നീ ഭാഗ്യമുള്ളതാ, നിന്റെ തലമുറയും ഭാഗ്യമുള്ള തലമുറയാ. എത്ര പേരാമി പറഞ്ഞ് ഏറ്റെടുക്കുന്നു? അതുകൊണ്ട് പറയുന്നത്, ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാ? മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ്. യേശു നിന്നെ അനുഭവിച്ച പോലെ, യേശു നിന്നെ അനുഭവിച്ച പോലെ ഞാൻ നിന്നെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, യേശു പരിഹാസമേറ്റ പോലെ ഞാൻ പരിഹാസമേക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞോണം, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എത്ര പേര് പറയുന്നുണ്ട്? എത്ര പേര് പറയുന്നുണ്ട്? ഇന്ന് ഹല്ലേലൂയ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നീ വസിക്കുന്ന വെളിപ്പെടുത്തുന്നത് എങ്ങനെ? മറ്റുള്ളവർ നിന്നെ നീക്കി നിർത്തുമ്പോൾ, മറ്റുള്ളവർ നിന്നെ പരിഹസിക്കുമ്പോൾ, മറ്റുള്ളവർ നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തുമ്പോൾ, നീ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു, യേശുവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, പരിഹാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ പറയാ, മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നു. നിന്നെ എവിടെയെങ്കിലും ആക്ഷേപം പറയുന്നുണ്ടെങ്കിൽ, നിന്നെ
നിന്നെക്കുറിച്ച് അപവാദം പറയുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങളെക്കുറിച്ച് ദേശക്കാർ അപവാദം പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, എവിടെയൊക്കെയോ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞോളാം, എൻ്റെ മേൽ ദൈവത്തിൻ്റെ തേജസ്സായ ആത്മാവ് എൻ്റെ മേൽ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് പത്രോസ് പറയുന്നു, ഈ നീക്കി നിർത്തുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, മഹത്വത്തിൻ്റെ ആത്മാവേ, ദൈവാത്മാവ് നിങ്ങളുടെ മേലുണ്ട്. അപ്പം എല്ലാവരും നിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടോ? എല്ലാവരും ചേർത്ത് പിടിക്കുന്നുണ്ടോ? എന്നാ ഭാഗൊച്ച എല്ലാത്തിനും കൂട്ടി നിർത്തുന്നുണ്ടോ? നിന്റെ മേൽ ദൈവാത്മാവില്ല, എവിടെയോ തിരുത്തേണ്ടതുണ്ട്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയാം, നിന്നെക്കുറിച്ച് ദേശത്തിനകത്ത് അപവാദം പരത്തുമ്പോഴും, നിന്റെ തലമുറയെക്കുറിച്ച് മാറ്റുമ്പോഴും, നിന്നെ പലയിടത്തൊന്നും മാറ്റി നിർത്തുമ്പോഴും, നീ ഒറ്റപ്പെട്ട അവസ്ഥയ്ക്കകത്ത് വരുമ്പോഴും, ചില കണ്ണുനീരിക്കൂടെ പോകേണ്ടി വരുമ്പോഴും, നിന്നയിക്കൂടെ പോകേണ്ടി വരുമ്പോഴും, ഒന്ന് നീ എഴുതി വെച്ചോ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ ഉള്ളത് കൊണ്ടാ ഈ ഇരുട്ട് നിന്റെ മേൽ വരാതിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേലുള്ളത് കൊണ്ടാ നിന്നെക്കുറിച്ച്, നിന്റെ തലമുറയെക്കുറിച്ച് ഈ ദേശത്തിനകത്ത് പറഞ്ഞു നടപ്പുണ്ടെങ്കിൽ ഓർത്തോ, നിന്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ഭവനത്തിനകത്ത് നിന്റെ മേൽ ഉള്ളത് കൊണ്ടാ. ഇന്ന് പകൽക്കാലം പറഞ്ഞ എവിടെയോ അത്ഭുതം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിന്നോട് ഇന്നലെ വരെ സംസാരിച്ചവർ സംസാരിക്കാതിരിപ്പുണ്ടെങ്കിൽ, ഇന്നലെ വരെ നിന്നെ കണ്ട് മുഖം തിരിച്ചു നടപ്പുണ്ടെങ്കിൽ, നീ അറിയാത്തൊരു വിടുതൽ സ്വർഗം നിന്റെ മേൽ അയച്ചതിന്റെ കാരണമാ. ഇന്ന് പകൽക്കാലം അറിഞ്ഞോ, നിന്നെക്കുറിച്ച് ഒത്തിരി പറയും തുടങ്ങുമ്പോൾ, നിന്റെ തലമുറയെക്കുറിച്ച് ഒത്തിരി പറയാൻ തുടങ്ങുമ്പോൾ, നീ അതിനകത്തുനിന്ന് എഴുതി വെച്ചോളും കേട്ടോ, ഞങ്ങളുടെ വിടുതലിന്റെ സമയമായി, ഞങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമായി, ഞങ്ങളുടെ ഉയർച്ചയുടെ സമയമായി. ഇന്നലെ മിണ്ടിയവൻ ഇന്ന് മിണ്ടാതിരിപ്പുണ്ടെങ്കിൽ, ഇന്നലെ ലോക്യം പറഞ്ഞവൻ ഇന്ന് ലോക്യം പറയാതിരിപ്പുണ്ടെങ്കിൽ, ഇന്ന് പകൽ എഴുതി വെച്ചോ, നിനക്ക് പിടികിട്ടിയില്ലല്ലോ, അവരെ പിടികിട്ടി. ഇവന്റെ ചർക്ക തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്, ഇവന്റെ നിറവ് നിറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഇവന്റെ ഭവനം അത്ഭുതമാകാൻ തുടങ്ങിയിട്ടുണ്ട്, ഇവന്റെ തലമുറയ്ക്കകത്ത് വഴികൾ തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വർഗം പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ, അത് നിന്റെ മേൽ റിലീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ, ഇന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്യ്. ഇന്ന് പകൽ അത്ഭുതത്തിന്റെ പകലായി, അത്ഭുതത്തിന്റെ പകലായി. അതുകൊണ്ട് പറയുന്നു, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേലിരിക്കുന്നു. ഹല്ലേലൂയ. ലോകം നിങ്ങളെ പകയ്ക്കുമ്പോൾ, ലോകം നിങ്ങളെ മാറ്റി നിർത്തുമ്പോൾ, ലോകം നിങ്ങളെ കുറ്റം പറയുമ്പോൾ, ഒന്ന് എഴുതി വെച്ചു, ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ഉണ്ട്. ഇരുട്ടിനെ ജയിച്ചവൻ്റെ, അന്ധകാരത്തെ ജയിച്ചവൻ്റെ ആത്മാവ് നിന്റെ മേൽ അധികമായി ജനം കുറ്റം പറയുന്നെങ്കിൽ സ്വോത്രം പറഞ്ഞോണം. ദൈവപ്രവൃത്തിയുടെ സമയം വെളിപ്പെടാൻ പോവുക. ആമേ, നിന്നെക്കുറിച്ച് ഒത്തിരി ആൾക്കാർ പറയാൻ തുടങ്ങിക്ക്. സ്വോത്രം എല്ലാവരും പറയാൻ പറഞ്ഞോണം. കാരണം എന്തറിയോ, ദൈവപ്രവൃത്തിയുടെ സമയം വെളിപ്പെടാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. യേശുവിനെ പിടിച്ചിട്ട് പറഞ്ഞു, യേശുവിനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇവൻ രാജാവെന്ന് പറഞ്ഞു, യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞു. യേശുവിനെ ആക്ഷേപിച്ചു, വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്തു, അവനെ നഗ്നനായി കാൽവറി ക്രൂശ് തൂക്കി. അവിടെ നോക്കിക്കോണം. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ, മരിച്ചടക്കപ്പെട്ടപ്പം പറയുന്നു, രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, അവൻ ജീവിച്ചിരുന്നപ്പം പറഞ്ഞു, 3-ാം ദിവസം ഉയർന്നിട്ടേക്ക് ഈ കള്ളന് വേണ്ടി കാവൽ നിൽക്കണം. ഇന്ന് പകൽക്കാലം പറയണം, തേജസ്സിന്റെ മുന്നിൽ ഒരു കാവലും നടക്കത്തില്ല. ഇന്ന് പകൽ നിന്നെക്കുറിച്ച് എത്രയെല്ലാം പറഞ്ഞു വെച്ചാലോ, നിന്നെക്കുറിച്ച് നിന്റെ കുടുംബത്തെക്കുറിച്ച് എത്രയെല്ലാം അപവാദം പറഞ്ഞു വെച്ചാലോ, നിന്റെ മേൽ വ്യാപരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവാ, ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവാ, കല്ലറകളെ വേദിച്ചവന്റെ ആത്മാവാ. നീ നിന്റെ തലമുറ വിളിച്ചു വരണം. നിനക്ക് എന്തെല്ലാം പ്രതികൂലം വിട്ടാലും അതിന്റെ മധ്യത്തിൽ നിനക്കൊരു ഉയർപ്പ് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ ആത്മാവിന്റെ ശക്തിയെ കുറിച്ച് യേശു പറഞ്ഞു, ലൂക്കോസിന്റെ 10:19, പാമ്പിനെ തേളിലെ ശത്രുവിന്റെ സകല ബലത്തെ നീ ചവിട്ട. ഇന്ന് പകൽക്കാലം ആത്മാവുള്ളവൻ വിളിച്ചു വരണം, പാമ്പിനെ തേളിലെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ എൻ്റെ മേൽ ദൈവം അധികാരം തന്നിട്ടുണ്ട്. എത്ര പേര് ആമേൻ പറയാം? ഈ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ മേൽ പകരപ്പെട്ട അതേ തേജസ് എൻ്റെ മേൽ ഉണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ തേജസ്, യേശുവിന്റെ തേജസ്സിൽ നിന്ന് നിൽക്കുന്നെങ്കിൽ ഇരുട്ടിന് നിന്റെ മേൽ തൊടുവാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലമാണ്, എനിക്കുള്ള വഴിയും വാതിലും എൻ്റെ ദൈവം എനിക്ക് ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. മനുഷ്യനല്ല നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നത്, സ്വർഗത്തിലെ ദൈവം ഒരുക്കിയെന്ന് പറയുന്നവർക്കായി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അവൻ എവിടം വരെ ഉള്ളൂ. അവൻ നിന്ന് പറഞ്ഞു, പരിഹാസം പറഞ്ഞു, നിന്നിച്ച് മാറ്റി നിർത്തിക്കോ. പക്ഷെ എവിടം വരെ യേശു പറഞ്ഞു നിർത്തിയത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. എവിടെ നിന്നവരോട് യേശുവിൻ്റെ കൂടെ നടന്നെന്നും പറഞ്ഞ് യഹൂദന്മാർ ഇവരെ പിടിക്കാൻ വരുമ്പോൾ ഇരുണ്ട മുറിക്കകത്ത് കയറി പേടിച്ചിരുന്നവർ, സഖ്യവും മളി മുറിക്കകത്ത് പോലും ഭയത്തോടെ ഇരുന്നവരാ. അവരുടെ മേൽ
അവരോട് യേശു ഒരു സദ്വർത്താനം പറഞ്ഞു. എന്നതാ പറഞ്ഞെന്നറിയോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലോ ശമരിയയിലോ ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളായി മാറാം. ഇന്ന് പകൽക്കാലം പറ, ആത്മാവ് നിന്റെ മേൽ വന്ന നീ സാധാരണക്കാരൻ അസാധാരണനായി മാറാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ തേജസ് നിന്റെ മേൽ വന്ന ഇന്നലെ കണ്ട ഭയം നിന്റെ മേൽ വരത്തില്ല. ഇന്നലെ കണ്ട മന്ത്രവാദി നിന്റെ മുന്നേ വരത്തില്ല. ഇന്നലെ കണ്ട ആവിചാരക്കാരൻ നിന്റെ മുദ്ര വരത്തില്ല. ഇന്നലെ കണ്ട ഒരു ശക്തി നിന്നെ തൊടത്തില്ല. കാരണം എന്നാന്നറിയോ? ആത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ വന്ന, ആത്മാവിൻ്റെ ശക്തി വന്ന, കല്ലറകളെ വേദിച്ചവന്റെ ആത്മാവിൻ്റെ ശക്തി നിന്നെ വന്ന ഇന്ന് പകൽക്കാലം പറയണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു ജയകരമായ അത്ഭുതം നിന്റെ മേൽ. ഹല്ലേലൂയ എന്ന് പകൽക്കാലം വിളിച്ചു. എത്ര പേര് വിളിച്ചു? ഇത് ഭീരുത്വത്തിന്റെ ആത്മാവല്ലെന്ന് എത്ര പേര് വിളിച്ചു പറയാം? ഇത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ഇത് ജയത്തിന്റെ ആത്മാവാന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എന്ന് നിന്റെ മേൽ പകരപ്പെട്ട ആത്മാവ് അത് ഭീരുത്വത്തിന്റെ അല്ല. എത്ര പേര് ആമീൻ പറയുന്നു? അത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, അത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, അത് ജയത്തിന്റെ ആത്മാവാണെന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമീൻ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ, സ്നേഹത്തിന്റെ, സുബോധത്തിന്റെ ആത്മാവിനെ അത്ര ദൈവം നമുക്കായി പകർന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇടയ്ക്കിടയ്ക്ക് സുബോധം വന്നോണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സുബോധമാണ്. ഈ സുബോധം വരാതിരിക്കുമ്പോഴാണ് വല്ലവരും പറയുമ്പോൾ സ്തോത്രം പറയാൻ നിൽക്കുന്നേ. ഹല്ലേലൂയ. ഇന്ന് പകലിലറിഞ്ഞോ, അകത്തുള്ളവനെ ഇന്ന് തിരിച്ചറിയണം. അകത്തുള്ളവനെ ചെല്ലു വന്നിട്ട് പറയും, ഇന്നടത്ത് ഇന്നതൊക്കെ ഉണ്ട്, ഭയങ്കരമായിട്ടൊക്കെ ചെയ്ത് ചുമ്മാ, പിന്നെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന്, എന്തോന്നുണ്ട് നിനക്കിട്ട് ചെയ്തിരിക്കുക. ആര് ചെയ്തു? ഏറ്റവും കൂടുതൽ ഞാൻ അറിയേണ്ട, ഞാൻ പറയാം, യേശുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞാൽ, നീ ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്നാൽ ഒരു മന്ത്രവാദിയുടെ ഒന്നും ചെയ്യത്തില്ല. ഒറ്റ ദിവസമേ നിനക്കിട്ട് ചെയ്യത്തുള്ളൂ, പിന്നെ ജീവിതത്തിൽ ചെയ്യേണ്ടി വരത്തില്ല. ആമയും വരുന്നില്ലല്ലോ. നിനക്കെതിരായി നിൻ്റെ തലമുറയ്ക്കായിട്ടും ഒന്ന് പണിത് നോക്കണം. തീക്കനലെടുത്താരും തല ചൊറിയാറില്ല. സ്വർഗത്തിലെ ദൈവം പേർ ചൊല്ലി വിളിച്ചവനിട്ട് തൊടാണമെങ്കിൽ സ്വർഗം അനുവദിക്കണം. ധൈര്യത്തോടെ വിളിച്ചു പറയാൻ പറ്റുമോ? എൻ്റെ കുഞ്ഞുങ്ങളെ തൊടണം. അതുകൊണ്ട് യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരൊറ്റ ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. ആമയെ ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ പറ്റുമോ? എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും ഭാവി എൻ്റെ കർത്താവിൽ സുരക്ഷിതമാണ് എന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അതുകൊണ്ട് പറയും, ഇത് ഏതാത്മാവല്ല, ഈ പകരപ്പെട്ട ആത്മാവ് ഏതാത്മാവല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ട്. നിങ്ങൾ ശരിക്കും അകത്ത് വർക്ക് ചെയ്യണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ട്. അത് കയ്യടിയും ബഹളവും വെച്ച് പോകുന്നതല്ല. ഇതേതിൻ്റെ ആത്മാവാ? ധൈര്യത്തിൻ്റെ ആത്മാവാ. പ്രതിസന്ധിയെ കണ്ട് പേടിച്ചു പോകുന്നവൻ്റെ ആത്മാവല്ല. ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. പത്രോസ് കാരാഗ്രഹത്തിൽ ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. അവർ ദൈവത്തെ പാടി ആരാധിക്കാൻ തുടങ്ങി. പത്രോസ് കാരാഗ്രഹത്തിൽ ചങ്ങലക്കിടമം കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഇത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. എത്ര പേര് വിളിച്ചു പറയുന്നത് ഇത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെ, സ്നേഹത്തിൻ്റെ, സുബോധത്തിൻ്റെ ആത്മാവാ. ഇന്ന് പകൽക്കാരണം ഈ ആത്മാവിലും തിരിച്ചറിയണം. ആമി ഒരുത്തം വന്ന് പറയുമ്പോഴത്തേന് സ്വോത്രം പറയാൻ നിൽക്കല്ലേ. ഹല്ലേലൂയ. ഈ ആത്മാവുള്ളവൻ വിവേചിക്കാനുള്ള കൃപയുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് പറയുന്നുണ്ട് സുബോധത്തിൻ്റെ ആത്മാവിനെ അത്ര ദൈവം നമുക്ക് നൽകിയത്. നമ്മൾ ചിലതിനോട് കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നതിന് കാരണം എന്താണെന്നറിയോ? സുബോധമില്ലാത്തതുകൊണ്ടാ, തിരിച്ചറിവില്ലാത്തതുകൊണ്ടാ. ഇതുകൊണ്ട് ഒത്തിരി അമ്മമാർ ജീവിക്കുന്നുണ്ട്, മുട്ടയും കോഴിയായിട്ട് നടക്കുന്നവന്മാർ. പക്ഷെ നിങ്ങളുടെ മേൽ പകരപ്പെട്ടത് ക്രിസ്തുവിൻ്റെ മേൽ പകരപ്പെട്ട തേജസ്സാണെന്ന് നിങ്ങളുടെ അകത്തറിയണം. ഈ തേജസ് തക്ക സമയത്ത് അത് ചലിക്കപ്പെടാൻ തുടങ്ങും. തക്ക സമയത്ത് അത് ചലിക്കപ്പെടാൻ തുടങ്ങും. തക്ക സമയത്ത് ഈ തേജസ് ചലിക്കപ്പെടാൻ തുടങ്ങും. എത്ര പേർ ആരോടും ആത്മാവിനകത്തൊരു ദൂത് പറയുക, തക്ക സമയത്ത് ഒരു ചലനം വരാൻ പോവാ. തക്ക സമയത്ത് ഒരു ചലനം വരാൻ പോവാ. ഒരു ചലനം ഈ ദിവസങ്ങളിൽ, ഒരു ചലനത്തിൻ്റെ സമയം വെളിപ്പെടുകയാണ്. ഒരു ചലനം നിങ്ങളുടെ അകത്ത് വെളിപ്പെടുന്നുണ്ട്. ഒരു ചലനം നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. ഒരു ചലനം വരാൻ പോകുക. ദൈവം എന്തിനെയൊക്കെ കൂട്ടി യോജിപ്പിക്കുന്ന തലത്തിൽ ഒരു ചലനത്തിലേക്ക് ദൈവം
ദൈവം തമ്പുരാൻ വരുത്താൻ പോകുക. ഒരു ചലനം, ചില വ്യക്തിപരമായ ചലനം വരുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞാൻ വിളിച്ചു പറയാം, ഒരു ചലനം വന്നുകൊണ്ടേ ഇരിക്കുക. ഒരു ആത്മാവിനോട് ഇങ്ങനെ പറയുന്ന ഒരു ചലനം വരുന്നുണ്ട്. അത് നന്മയ്ക്കായി മാറുന്ന ഒരു ചലനമാണ്. പക്ഷെ ഇപ്പം നിൽക്കുന്ന ഒരു ചെറിയ പ്രതിസന്ധിക്കകത്തൂടെ, ഒരു പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിനകത്തൂടെ ഒരു വഴി അടയപ്പെടുമോ എന്ന് പോലും ഉള്ളിൽ ഭയം നിൽക്കുന്നിടത്ത് പറയുക, ഒരു തിര കയറി വരുന്നത് പോലെ ഒരു അത്ഭുതം നിന്റെ ഭവനത്തിനകത്തേക്ക്, തലമുറയ്ക്കകത്തേക്ക് ആത്മാവിന്റെ ഒരു ഒഴുക്ക് കയറാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവിനകത്ത് വിളിച്ചു പറയാം. അത് ചില സംഭവ അത്ഭുതങ്ങളിലേക്ക് മാറുമെന്ന് ദൈവശക്തിക്കകത്ത് വിളിച്ചു പറയാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിലേക്ക് വന്ന്, കൊലോസ്യ ലേഖനം 2-15 വാക്യം. കൊലോസ്യ ലേഖനം ഈ ആത്മാവിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. കൊലോസ്യ ലേഖനം 2 അതിന് 15 വാക്യം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ഈ ആത്മാവിനെ പറയുക. ഇവിടെ എന്നാ? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ കാഴ്ചയാക്കി. അപ്പോൾ പിശാചിനെ ആര് ജയിച്ചു? യേശു കർത്താവ് ജയിച്ചു. പിശാചിന്റെ പ്രവൃത്തി ആരഴിച്ചു? യേശു അഴിച്ചു. യോഹന്നാൻ പറയാ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യേക സകലതയും അവൻ ഇവിടെ പറയുന്ന ആയുധവർഗം വെപ്പിച്ചു. സകല ശക്തികളെയും ആയുധവർഗം വെപ്പിച്ചു. അവരുടെ മേൽ ജയോത്സവമായി കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. യേശു കർത്താവ് ജയമെടുത്തത് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് അകത്ത് നിങ്ങൾ അറിയണം, എൻ്റെ നാഥൻ ജയമെടുത്തിട്ടുണ്ട്. ഇന്ന് അതുകൊണ്ട് നിനക്കൊരു ദോഷവും വരത്തില്ലെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇത് നിന്റെ കഴിവുകൊണ്ടും ശക്തി കൊണ്ടുമല്ല, അവൻ്റെ കൃപയൊന്നും കൊണ്ട് മാത്രമാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അവൻ നിങ്ങളുടെ അകത്ത് അവരുടെ ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. നിങ്ങളുടെ മേൽ പകരപ്പെട്ട ആത്മാവിനെ നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ, ആത്മാവിൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ, ആത്മാവിൻ്റെ നിയോഗത്തെ നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ, ഇന്ന് പകലിൽ പറഞ്ഞു നിങ്ങളുടെ മേൽ ഇരുട്ട് വാഴാൻ സാധ്യതയുണ്ട്. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ജയത്തിൻ്റെ അധികാരത്തിലേക്ക് മാറണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ വളരുന്നവരാകണം. ആമീൻ. രോഗം വരാം, പ്രതികൂലം വരാൻ, സാഹചര്യം വരാം, പക്ഷേ അതിൻ്റെ മധ്യത്തിൽ ജയത്തിൻ്റെ ആത്മാവിൽ വളരുന്നവരാണ്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ആമീൻ പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പോൾ കൊലോസ്യ ലേഖനം പറഞ്ഞ സകല വാഴ്ചകളെ അധികാരങ്ങളെ എന്ത് ചെയ്തു? ആയുധവർഗം വെപ്പിച്ചു. എന്നിട്ട് അവരുടെ മേൽ എന്ത് ചെയ്തു? ജയോത്സവം. യേശു കർത്താവ്, ഈ യേശു പകരപ്പെട്ട യേശുവിൻ്റെ മേൽ വ്യാപരിച്ച അതേ തേജസ്സാണ് എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നമ്മുടെ അകത്ത് വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരണം. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, യൂദായുടെ ലേഖനം 1-24 വാക്യം. യൂദായുടെ ലേഖനം 1-24 വാക്യം. വീഴാത്തവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി. കണ്ടോ? വീഴാത്തവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. യേശു ക്രിസ്തു എന്ന രക്ഷകനിലേക്ക് വന്നവൻ, യേശുവിൻ്റെ മേൽ പകരപ്പെട്ട ആത്മാവിനെ പകർന്നവൻ. നിന്നെ കുറിച്ച് ദൈവം പറയുക, നിങ്ങളെ വീഴാത്തവണ്ണം, നിങ്ങൾ വീണു പോകാത്തവണ്ണം, നിങ്ങൾ നശിച്ചു പോകാത്തവണ്ണം, തകർന്നു പോകാത്തവണ്ണം, ഇവിടെ പറഞ്ഞു വീഴാത്തവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളവൻ. ഈ കർത്താവിനെ തിരിച്ചറിയണമെന്ന് ഞാൻ പറഞ്ഞത്. നീ തകർന്നു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. നീയോ നിന്റെ കുഞ്ഞുങ്ങളോ തകർന്നു പോകാൻ, നീയോ നിന്റെ ഭവനമോ തകർന്നു പോകാൻ
എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം പറയുക, വീഴാത്ത വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്ത എൻ്റെ പാപങ്ങളെ ആര് കഴുകി? യേശു കർത്താവ് കഴുകി. അതവരായി ആനന്ദത്തോടെ സന്തോഷത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. കണ്ണീരോടെ നിർത്തുവാനല്ല, സന്തോഷത്തോടെ നിർത്തുവാൻ. നിന്റെ ദൈവാത്മാവ് പകർന്നത്, ആത്മാവിനെ പകർന്നത് നീ വീണു പോകാനല്ല, നീ എഴുന്നേക്കാനാ. അതുകൊണ്ട് യേശു പറഞ്ഞ കിടക്കയെടുത്ത് നടക്കാനാണ് യേശു പറഞ്ഞത്. നീ വീണു പോകുവാനല്ല, നീ വീണു പോകാനായിട്ട് അവസ്ഥ കൊടുക്കാത്ത ഒരു ദൈവമുണ്ട്. എത്ര പേര് പറഞ്ഞത് നിന്നെ സംരക്ഷിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് എത്ര പേര് പിടികിട്ടുന്നുണ്ട്? ഇന്ന് പകൽ വിശ്വാസത്തിനകത്ത് വിളിച്ചു പറയണേ, എന്നെ കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. അല്ല, ഇന്ന് പകൽക്കാലം പറ, അയ്യോ കഷ്ടതയാണെന്നല്ല പറയേണ്ടത്, ഈ കഷ്ടതയെ ജയിപ്പിക്കുന്ന ഒരു യേശു എനിക്കുണ്ട്. ഹല്ലേലൂയ. ഞാൻ രോഗിയായിരിക്കുമെന്നല്ല പറയേണ്ടത്, ഞാൻ കടഭാരത്തിൽ ഇരിക്കുമെന്നല്ല പറയാം. ഞാൻ വീണു പോകാതെ, ഞാൻ നശിച്ചു പോകാൻ അനുവദിക്കാത്ത ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. എത്ര പേര് അമ്മ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. നിന്റെ സകല വഴികളും അവൻ കാക്കുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് പറയുന്നുണ്ട് അങ്ങനെ? ഹല്ലേലൂയ. എല്ലാ വഴികളിലും എന്നെ കാക്കുന്ന ഒരു നല്ല കർത്താവുണ്ടെന്ന് പറയാമോ? ഹല്ലേലൂയ. ആ കർത്താവിനെ, നിങ്ങളെ വിളിച്ച ദൈവത്തെക്കുറിച്ച് നിങ്ങളുടെ അകത്തൊരു പിക്ചർ വേണം. എങ്ങനെയാ? 2 തെസ്സലോനിക്ക ലേഖനം 3-ാമത്തെ വാക്യം പറയുക, കർത്താവ് വിശ്വസ്തനാണ്, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാത്ത വണ്ണം കാത്തോളൂ. എന്നതാണ് ബൈബിൾ പറയുന്നേ? വചനം പറയുന്ന വാക്ക് കണ്ടോ? എന്നാ പറയുന്നേ? കർത്താവ് ആരാന്നാ പറഞ്ഞേ? ഇന്ന് പറയാൻ പറ്റുമോ എൻ്റെ കർത്താവ് വിശ്വസ്തനാണെന്ന്? എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, എന്നെ കൂട്ടായ്മയെ കൊണ്ടിരുത്തി വിശ്വസ്തനാണ്, എന്നെ വഴി നടത്തുന്ന ദൈവം എൻ്റെ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാരൻ നിന്നെ വിളിച്ച് വേർതിരിച്ച് തമ്പുരാൻ കൊണ്ടുവന്ന് രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ചിട്ട് മന്ത്രവാദിക്ക് വിട്ടുകൊടുക്കും, കൂടോത്രക്കാരന് വിട്ടുകൊടുക്കും നിന്നെ കളിക്കാൻ. അങ്ങനെയാണ് ബൈബിൾ പറഞ്ഞേ, കർത്താവ് വിശ്വസ്തനാണ്. ആമേൻ. എന്നിട്ട് പറയുന്നത്, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാത്ത വണ്ണം. പ്രശ്നത്തിന് പരിഹാരമായോ? എൻ്റെ കർത്താവ് എന്നെ സംരക്ഷിച്ചോളൂ എന്ന് എത്ര പേര് പറയുന്നുണ്ട്? ഹല്ലേലൂയ. ഒരു ദുഷ്ടൻ്റെ ശക്തിയും നിന്റെ മേലോ നിന്റെ തലമുറയുടെ മേലെ വരത്തില്ല. എൻ്റെ കർത്താവ് വിശ്വസ്തനാ. നിനക്കൊരു ദോഷം സംഭവിപ്പാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. കാരണം എൻ്റെ കർത്താവ് വിശ്വസ്തനാ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? എൻ്റെ ദൈവം വിശ്വസ്തനാ. ഇന്ന് കാണുന്ന ഏത് വഴിക്കകത്ത് നിങ്ങൾ നോക്കിയോ, നിങ്ങൾ തകർന്നു പോകാൻ അനുവദിക്കാത്ത ഒരു ദൈവമുണ്ട്. നിങ്ങൾ തകർന്നു പോകാത്തത്. ഇന്ന് പകൽക്കാലം പറഞ്ഞ ചില ദേശത്ത് നിന്നാ മുഴുവൻ പറയുന്നത് മറ്റുള്ളവർ കൂടോത്രം ചെയ്ത. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുടുംബം വിളിക്കാനിടയായി. ഹല്ലേലൂയ. അവർ നമ്മുടെ ദൈവസഭയോട് താല്പര്യത്തോടെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദർ വീട്ടിലൊന്ന് വരണം. ഞാൻ പറഞ്ഞാൽ വരാം, കുഴപ്പമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ ചില വിഷയങ്ങളൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങളൊരു കൊച്ചു നിങ്ങളുടെ ആൾക്കാരെയൊക്കെ വിളി, ഒരു ദിവസം ഞാൻ അവിടെ വരാം, നമുക്കൊരു വചന ശുശ്രൂഷയൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പ്രാർത്ഥിക്കുക. അയ്യോ അതിനു വേണ്ടിയല്ല, അല്ലാതെ ബ്രദറൊന്ന് വരണം. കാരണം ഞങ്ങൾക്ക് വീട്ടിൽ ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ചെയ്യുന്ന കുടുംബ പ്രശ്നം അല്ല, അതിലൊക്കെ സഹോദരൻ ഒന്ന് ചെയ്തിട്ടുണ്ട്, അതൊന്ന് മാറ്റിത്തരണം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദര ഇങ്ങോട്ട് പോരാ, നമുക്കിത് മേല. യേശു വിടുവിച്ചവൻ പിന്നെയും ബന്ധനത്തിലല്ല. ഇന്ന് പകൽ ഈ വാക്ക് മാത്രം നിങ്ങളുടെ അകത്തോർത്താൽ മതി. എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, ആ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. എത്ര പേര് പറയുന്നുണ്ട്? കർത്താവ് വിശ്വസ്തനാണെങ്കിൽ അവൻ നിങ്ങളെ ഉറപ്പിച്ചോളും. കർത്താവ് വിശ്വസ്തനാണെങ്കിൽ നിന്നെ അവൻ ഉറപ്പിക്കും. എങ്ങനെ? ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാത്തവണ്ണം. എന്നെ കരുതുന്ന ഒരു കർത്താവുണ്ടെന്ന് നിങ്ങളിത് പറയുന്നു. നിങ്ങളെ കരുതുന്ന ഒരു നല്ല കർത്താവ് നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നു. നിങ്ങളെ പരിപാലിക്കുന്ന ഒരു കർത്താവ് നിങ്ങളുണ്ടെന്ന് പറയുന്നു. ഹല്ലേലൂയ. ദേശത്ത് വന്ന് ഓരോരുത്തരൊക്കെ പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദോഷം വരാം. ഒന്നും വരത്തില്ല, കർത്താവ് കരുതിക്കോളും. ഹല്ലേലൂയ. അയ്യോ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജോലി പോയാൽ ഒന്നും സംഭവിക്കത്തില്ല, കർത്താവ് കരുതിക്കോളും. ധൈര്യത്തോടെ ഇന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും? ഹല്ലേലൂയ. അയ്യോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന വിഷയം വന്നാൽ ഇന്നത് വിഷയം വന്നാൽ എന്നാ ചോദിച്ചാൽ എൻ്റെ കർത്താവ് കരുതിക്കോളും. കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് എത്ര പേര് പറയുന്നുണ്ട്? ആമ ഇതിനകത്ത് നിങ്ങൾ അറിയണം, രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ചൊരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ. ഈ കർത്താവ് വിശ്വസ്തനായിരിക്കുന്നിടത്തോളം കാലം ഞാനും വിശ്വസ്തനാവണം.
ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അറിഞ്ഞതാണ്. ഞാൻ പറയുന്നത് ആ വിശ്വസ്തതയ്ക്ക്, നമ്മുടെ വിശ്വസ്തതയാണ് നമ്മൾ വെളിപ്പെടുത്താത്തത്. കർത്താവ് വിശ്വസ്തനാണ്. നിന്നെ ഒരു മന്ത്രവാദിയുടെ കൈ വിട്ടുകൊടുക്കാനോ, ഒരു ദുഷ്ടൻ്റെ കൈ വിട്ടുകൊടുക്കാനോ, നിന്നെ ഒരു രോഗത്തിൽ കൊണ്ടിടാനോ, നിൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുത്താനോ ഒന്നും ദൈവം ഇടയാക്കത്തില്ല. ക്രിസ്തു സ്നേഹമാണ്. എത്ര പേര് ആമീൻ പറയുന്നത്? പക്ഷേ ഈ ക്രിസ്തുവിനെ അറിയേണ്ട പോലെ അറിയാൻ ഇന്ന് ബൈബിൾ പറയുന്ന ഇവിടെയോ, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാത്തവണ്ണം കാത്തുകൊള്ളും, ഒരു പിശാചും നിന്നെ തൊടത്തില്ലെന്ന് എന്ന് പറയുന്ന എത്ര പേര് ദൈവസഭയ്ക്കകത്തിരിപ്പുണ്ട്? എൻ്റെ ഭാവി എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. 2026 ദൈവം ഞങ്ങളോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ തലമുറയ്ക്കകത്ത് ഞങ്ങളുടെ അകത്തും വരുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ 2026 ദൈവം പറഞ്ഞ ഒരെണ്ണം പോലും വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ അത് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരുമെന്ന് വിശ്വസിക്കുന്നവർ? ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പലരും വന്നിട്ട് പറയും ഇന്ന് ചില പ്രതിസന്ധി വരാൻ പോവുക, വലിയ പ്രതികൂലം വരാൻ പോവുക. ഒന്നും വരത്തില്ല. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവനെ സംരക്ഷിക്കുന്ന സ്വർഗത്തിലെ ദൈവമാ. നിന്നെ കരുതുന്നത് സ്വർഗത്തിലെ ദൈവമാ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അല്ല, ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? ഇന്ന് പകലിൽ എൻ്റെ കർത്താവ് എന്നെ കരുതി നടത്തുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അകത്തറിയണം, നിങ്ങളിലുള്ളത് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനെന്ന് നിങ്ങളുടെ അകത്തൊരു ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പറഞ്ഞു ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറന്നിടാം. ഹല്ലേലൂയ. ആമേ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കും? ആമേ. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ എഴുതി നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതുവഴികളെ ദൈവം തമ്പുരാൻ ചെയ്ത് ആമേ അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് 145 സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ 4-ാമത്തെ വാക്യം പറയാം, തലമുറയോട് നിൻ്റെ ക്രിയകളെ പുകഴ്ത്തി നിൻ്റെ വീര്യപ്രവൃത്തികളെ ഞാൻ പ്രസ്താവിക്കും. തലമുറ ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് ഞാൻ ലോകത്തോട് പറയും. ആമേ ദൈവം ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച്, അവൻ്റെ വീര്യപ്രവൃത്തികളെക്കുറിച്ച്, അല്ലെങ്കിൽ അവൻ ചെയ്ത ഇന്ന് പകൽക്കാലം പറയണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ നടത്തിപ്പ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങളെ വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയണം, ആത്മാവിനെ കെടുത്തി കളയരുത്, ആത്മാവിനെ ദുഃഖിപ്പിക്കല്ലേ. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഇന്ന് പകലെഴുതി ജയകരമായൊരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരും. വഴികളെ പരിശുദ്ധാത്മാവ് തുറക്കും. വഴികൾ ദൈവത്താൽ തുറക്കപ്പെടും. നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന അവിടെയാണ്. നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ഇരുട്ടിൻ്റെ അധികാരങ്ങൾ വഴിമാറും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയാമോ, ഈ കർത്താവ് വിശ്വസ്തനായ എനിക്കുള്ളതുകൊണ്ട് എനിക്ക് നന്മ മാത്രമേ വരത്തുള്ളതാ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയണം, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമുള്ളതാകിയ നിൻ്റെ കാലിലെ ചെരുപ്പഴിച്ച് കളയാൻ പറഞ്ഞു. നമ്മുടെ നടപ്പ്, നമ്മുടെ എടുപ്പ്, നമ്മുടെ ഇടപാടുകൾ ദൈവസന്നിധി വിശ്വസ്തനാണോ? ആത്മാവിന് ഹിതമല്ലാത്തത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, തലമുറയോട് നിൻ്റെ ക്രിയകളെ പുകഴ്ത്തി വീര്യപ്രവൃത്തികളെ പ്രസ്താവിക്കും. ദൈവം ചെയ്ത നന്മ ഇന്ന് പകൽ പറയണം, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം കരുതും, അത്ഭുതകരമായി വിടുവിക്കും. നീ ചെല്ലുന്നത് നിൻ്റെ എതിരായി ഒരു മന്ത്രവാദ ശക്തികളോ ഒരാഭിചാരമോ ഞാൻ പറയാം, നിങ്ങളുടെ നാവ് കൊണ്ട് പോലും അതിനെ പറയാൻ നിൽക്കല്ലേ. നാവ് കൊണ്ട് ഇതെല്ലാം ടെക്നിക്കൽ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം പറഞ്ഞാൽ അവർ ചെയ്ത് ഇവർ ചെയ്യുന്നതാണ്. അതിനെ ചവിട്ടിക്കയറി ജയമെടുക്കുന്നൊരു ദൈവശക്തി. അതുകൊണ്ട് പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. ഒരു ദോഷവും ഇന്ന് പകൽ പറഞ്ഞാൽ ഒരു ദോഷവും നിങ്ങൾക്കോ നിങ്ങളുടെ തലമുറകൾക്കോ നിങ്ങളുടെ സമ്പത്തിനോ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ ക്രിസ്തുവിനോട് ഞാൻ പറയാം, കർത്താവിൽ വിളിക്കപ്പെട്ടവരിന്ന് പകൽക്കാരണം അവൻ്റെ തേജസ്സിലായിരിക്കണം. അവൻ്റെ തേജസ്സിനകത്ത് എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? എടേന്നേരം ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം വരണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തേജസ്സുള്ളവൻ ആലയത്തിലേക്ക് വന്ന് അവൻ്റെ പെട്ടകത്തെ കൊണ്ടുവരുമ്പോൾ, അവൻ്റെ പെട്ടകത്തെ വന്ന് അവിടെ കൊണ്ടു വെക്കുമ്പോൾ അത് തന്നെ തകർന്നു പോയെങ്കിൽ നീ ചെല്ലുമ്പോൾ നിനക്കെതിരായി നിൽക്കുന്ന ശക്തികൾ തകരപ്പെടും.
എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? നീ ചെല്ലുമ്പോൾ, നീ കയറി ചെല്ലുമ്പോൾ നിനക്കെതിരായി നിൽക്കുന്ന ചില ശക്തികൾ വീഴപ്പെടും. ഇത്ര പേര് ആമീൻ പറയാം. നീ ചെല്ലുമ്പോൾ നിന്റെ ഭവനത്തിനകത്തോ നിനക്കെതിരായി നിൽക്കുന്ന ശക്തികൾ അത് കീഴടങ്ങപ്പെടാൻ തുടങ്ങും. ആമീൻ. പെട്ടകം ആമീൻ അത് അവൻ ക്ഷേത്രത്തിൽ കൊണ്ട് വെക്കുമ്പോൾ അതിൻ്റെ വിഗ്രഹം തകർന്നു പോയെങ്കിൽ, ഇന്ന് നിൻ്റെ അകത്ത് ആത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ മഹത്വം ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ കൃപയുണ്ടെങ്കിൽ, നിനക്കെതിരായ ചില ഓഫീസുകളിലായിരിക്കും, നിനക്കെതിരായി ചില കൂട്ടങ്ങൾ കൂടുന്നുണ്ടായിരിക്കാം, നിനക്കെതിരായി ചില സഹോദരങ്ങൾ കൂടുന്നുണ്ടായിരിക്കാം, നിനക്കെതിരായി ചില വാദങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം, നിനക്കെതിരായി ചില ശക്തികൾ എഴുന്നേൽക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം പറഞ്ഞാൽ നീ ചെല്ലുവോളേ ഉള്ള ആ ശക്തി നിലനിൽക്കത്തുള്ളൂ. അത് വീണുപോകും, അത് വീണുപോകും, അത് വീണുപോകും. നിന്റെ മേലിരിക്കുന്ന അഭിഷേകത്തെ തിരിച്ചറി, നിന്റെ മേലിരിക്കുന്ന അഭിഷേകത്തെ തിരിച്ചറി. നിനക്കെതിരായി വരുന്ന ശക്തികൾ വീണുപോകും, നിനക്കെതിരായി വരുന്ന ശക്തികൾ വീണുപോകും, നിനക്കെതിരായി വരുന്ന ശക്തികൾ വീണുപോകും. നിന്റെ ഉയർച്ചയെ തടയുന്ന ശക്തികൾ വീണുപോകും, നിന്റെ നന്മയെ തടയുന്ന ശക്തികൾ വീണുപോകും, നിന്റെ തലമുറയ്ക്കെതിരായി എഴുന്നേറ്റ് വരുന്ന ശക്തികൾ വീണുപോകും. അതിന് പകരം വിളിച്ചു പറ, എനിക്കെതിരായി വരുന്ന ചിലത് അത് തകർന്നു പോകുക തന്നെ ചെയ്യും. കാരണം കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എന്റെ ദൈവം എനിക്ക് തുണയാണ്, ഞാൻ ആരെ ഭയപ്പെടും? ഇന്ന് പകൽ വിശ്വാസത്തെ വിളിച്ചു പറ, യേശു എനിക്ക് തുണയാണ്. ഹല്ലേലൂയ. ഇന്ന് പകല് നിങ്ങളുടെ അകത്തറിയണം, ദുഷ്ടൻ എത്ര വലിയ പ്രതികൂലം കൊണ്ടുവന്നാലും അതിനപ്പുറം ജയിക്കുന്നൊരു കൃപയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഏത് സാഹചര്യങ്ങൾ വന്നോട്ടെ കുഞ്ഞുങ്ങളെ, ഏത് സാഹചര്യങ്ങൾ വന്നോട്ടെ, ഏത് ക്ഷാമകാലം വന്നോട്ടെ, പക്ഷേ ഈ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് കേട്ടോ. അല്ല, വലിയൊരു ക്ഷാമകാലം വന്നാൽ ഏലിയാവിനുള്ള അപ്പം മുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് പകലിൽ നീ എഴുതി വെച്ചോ, ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, അവൻ കർത്താവിൻ്റെ തേജസ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തുക. അതുകൊണ്ട് പത്രോസ് പറഞ്ഞ് അവൻ്റെ കൈ കീഴി താഴ്ന്നിരിപ്പി, തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തുക തന്നെ ചെയ്യുക. അവൻ്റെ ബലമുള്ള കൈ കീഴി താഴ്ന്നിരിപ്പി, തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തുക തന്നെ ചെയ്യുക. എന്ന് പകലിൽ അറിയണം. ആലിൽ ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല നിങ്ങളുടെ അകത്തിൻ്റെ, ജയത്തിൻ്റെ സുബോധത്തിൻ്റെ ആത്മാവിനെയാ. ഇന്ന് പകൽ സ്നേഹത്തിൻ്റെ ആത്മാവിനെ ദൈവം പകർന്നെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിയണം. ഏത് സാഹചര്യങ്ങൾ വന്നാൽ വീണ് പോകാതെ എന്നെ കാക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഞാൻ വീണു പോകാൻ അനുവദിക്കാത്ത ഒരു നല്ല കർത്താവുണ്ട് ഇന്ന് പകൽ. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയാ, ആരെങ്കിലും നിങ്ങളോട് വന്നിട്ട് നിങ്ങളുടെ ഭവനത്തിനകത്ത് മന്ത്രവാദത്തിൻ്റെ ശക്തിയുണ്ട്, സഹോദരന്മാർ ചെയ്തിട്ടുണ്ട്, അവർ ചെയ്തിട്ടുണ്ട്, ഇവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ കൂടെ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്നുള്ളൊരു ബോധ്യം അകത്ത് വരണം. ഒരു മന്ത്രവാദി അല്ല നിന്റെ ഭാവിയെ തീരുമാനിക്കുന്നത്, ഒരു കൂടോത്രക്കാരനല്ല നിന്റെ ഭാവിയെ തീരുമാനിക്കുന്നത്, ഒരു പാതിരി അല്ല നിന്റെ ഭാവിയെ തീരുമാനിക്കുന്നത്. ഇന്ന് പകൽ നിന്റെ ഭാവിയെ തീരുമാനിക്കുന്ന അഖിലാണ്ടത്തെ ഉണ്ടാക്കിയവനായ കർത്താവാണ്. ഇന്ന് പകൽ വിളിച്ചു പറയണം, അവൻ ബോധിച്ചവരെ തെരഞ്ഞെടുത്തോ, അവൻ ബോധിച്ചതുകൊണ്ട് എന്നെ തെരഞ്ഞെടുത്തത്. ഇന്ന് പകൽക്കാലം പറഞ്ഞ, ഞാൻ മറ്റൊന്നിൻ്റെ കീഴിലല്ല, ഞാൻ നിൽക്കുന്ന എൻ്റെ രാജാവിൻ്റെ കീഴില ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. അവൻ കുറച്ച് കാലത്തേ ഉള്ളൂ, എൻ്റെ രാജാവ് വരും, ഞാൻ അവനോടുകൂടെ പോകേണ്ടവനാ. ഇന്ന് പകൽക്കാലം പറയണം. അതുകൊണ്ട് ഇന്ന് വിളിച്ചു പറയണം, പാപിനെ തേളേ, ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടുവാൻ എനിക്ക് അവൻ അധികാരം തന്നിട്ടുണ്ട്. പിശാചുമായി കോംപ്രമൈസ് ചെയ്യാനല്ല ദൈവം നിന്നെ വിളിച്ചത്, പിശാചിൻ്റെ കൂടെ നടക്കാനല്ല ദൈവം വിളിച്ചത്, ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുവാനാ. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ. ഇന്ന് പകൽ നീ പ്രാർത്ഥനയെ വിളിച്ചു പറ, ആത്മാവിൻ്റെ നിറവിനകത്ത് വിളിച്ചു പറ, വഴികൾ കർത്താവിനെ തുറക്കപ്പെടുക. അയ്യോ എന്ന് വിളിക്കുവാനല്ല, നിലവിളിക്കുവാൻ വേണ്ടിയല്ല, ദൈവാത്മാവിൻ്റെ ശക്തിയിൽ വിളിച്ചു പറയണം. എനിക്കെതിരായി നിൽക്കുന്ന ശക്തികൾ വഴിമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ മുടന്തൻ സൗഖ്യമായെങ്കിൽ, മരിച്ചവൻ ഉയർത്തെങ്കിൽ, ഇന്ന് പകൽ ആ നാമത്തിന്റെ ശക്തി നിന്റെ നാവിന്മേലുണ്ട്, ആ നാമത്തിന്റെ ശക്തി നിന്റെ നാവിന്മേലുണ്ട്. നിന്റെ ഭാവിയെ തടയുന്നതിനെ നോക്കിക്കൊണ്ട് ഇന്ന് ആത്മാവിനകത്ത് പ്രവചിച്ചു പറ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിതത്തിൽ നന്മ വെളിപ്പെടട്ടെ, എൻ്റെ തലമുറയ്ക്കകത്ത് നന്മ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തെ ദുഷ്ടന്റെ കൈയെടുത്ത് മാറ്റുവാൻ ആമേൻ ആത്മാവിനകത്ത് പ്രവചിച്ചു പറ, എൻ്റെ ഭവനത്തിനകത്ത് മാറ്റങ്ങൾ വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, അത് കുഞ്ഞുങ്ങളുടെ അകത്ത് വരട്ടെ. ആത്മാവിൻ്റെ നിറവിനകത്ത് വിളിച്ചു പറ, യേശുവിൻ്റെ നാമത്തിൽ എന്റെ തലമുറയ്ക്കെതിരായി വരുന്ന കാറ്റിനോട് നസ്രാണം യേശുവിന്റെ നാമത്തിൽ മടങ്ങി പോകാൻ നീ കൽപ്പിക്കുക.
ഹല്ലേലൂയ. നിന്റെ ശബ്ദം മുഴങ്ങട്ടതെ, നിന്റെ വായി തുറക്കട്ടതെ. നിന്റെ തലമുറയ്ക്കെതിരായി വരുന്നുണ്ടത്, നിന്റെ തലമുറയ്ക്കെതിരായി ഉയർച്ച തടയാൻ നിൽക്കുന്നുണ്ടത്, ഇരുട്ടിന്റെ അധികാരം പറഞ്ഞു വരുന്നുണ്ടത്. അതിനെ കണ്ട് ഭയപ്പെടുവാനല്ല, അതിനെ ജയിക്കുന്നവന്റെ ആത്മാവ് ഇന്ന് പകൽ ആത്മാവ് നിറ. നിന്റെ രോഗങ്ങൾ ഇന്ന് പകൽ സൗഖ്യമാകട്ടെ, നിന്റെ കടഭാരങ്ങൾ മാറിപ്പോട്ടെ, നിന്റെ തലമുറയുടെ വിഷയങ്ങൾ മാറട്ടെ. ഇന്ന് അത്ഭുതങ്ങൾ ഭവനത്തിൽ നടക്കട്ടെ, പുതുവഴികൾ ദൈവത്താൽ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മനിറവിനകത്ത് വിളിച്ചു പറ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഫാദറെ താങ്ക് യു ലോർഡ്. അത്ഭുതങ്ങൾ നടക്കട്ടെ, ഭവനത്തിനൊരു മാറ്റം വരട്ടെ, പുതിയ ഭവനങ്ങൾ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പുതിയ ജോലികൾ ലഭിക്കപ്പെടട്ടെ, പുതിയ അത്ഭുത വഴികൾ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എനിക്കൊരു വിശ്വസ്തനായ കർത്താവ് സ്വർഗത്തിലുള്ളതിനാൽ ഈ പ്രതികൂലത്തെ ഞാൻ ജയിക്കുമെന്ന് പറയുന്നവർ, ഈ പ്രതികൂലത്തെ ജയിക്കാൻ പറ്റുമെന്ന് പറയുന്നവർ ആത്മാവിന്റെ നിറവിനകത്ത് ആരാധിച്ച് വെളിപ്പെട്. ആത്മാവിന്റെ നിറവിനകത്ത്, ആത്മാവിന്റെ നിറവിനകത്ത് അത് ശക്തിയോടെ ശക്തിയോടെ ആത്മകണ്ണിനകത്ത് കണ്ട് ഓ വിടുതലിലേക്ക് 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 അത്ഭുതത്തിലേക്ക് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ പകൽ നിങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, പകൽ നിങ്ങൾ വിശ്വസിക്കുന്നു ദൈവികമായ അത്ഭുത വാതിലുകൾ തുറക്കപ്പെടും, ദൈവികമായ അത്ഭുത വാതിലുകൾ. ആമേ ഇന്ന് പകൽക്കാലം പറയണം, ആമേ എന്തെങ്കിലും ചിന്തിച്ച് എന്തെങ്കിലും കൂട്ടി എങ്ങോട്ടെങ്കിലും ഒന്നും നടക്കത്തില്ല. പക്ഷേ ആത്മാവിൻ്റെ ബലത്തിൽ ഒരുവൻ എഴുതേക്കാൻ തുടങ്ങിയാൽ, ആത്മാവിൻ്റെ നിറവിനകത്ത് ഒരുവൻ എഴുതേക്കാൻ തുടങ്ങിയാൽ തനിയെ വാതിലുകൾ തുറക്കപ്പെടും. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേ ഒരുത്തൻ വിശ്വാസത്തിനകത്ത് എഴുന്നേറ്റ് നെടുന്തൂണ് പോലെ നിന്നുകൊണ്ട് ആത്മനിറവിനകത്ത് വിളിച്ചു പറഞ്ഞ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയ ഏത് ചങ്ങലകളും അഴിയപ്പെടുവാൻ തുടങ്ങുക. ദൈവത്തിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ മഹത്വമത. പൗലോസും ശീലാസും ദൈവസന്നിധിയിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അവ രാജ്യത്തിന്റെ ചങ്ങല വിഷയമല്ല, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാന വിഷയമല്ല, സ്വർഗം തുറകമിറങ്ങാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ ആത്മാവിനകത്ത് നിറഞ്ഞു നിന്ന് ആരാധിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം, കർത്താവ് നിനക്ക് തുണയായി മാറുക തന്നെ ചെയ്യുക. ഇന്ന് പകൽ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഇന്ന് പകൽ വിശ്വാസത്തിനകത്ത് വിളിച്ചു പറ, വിശ്വാസത്തെ വിളിച്ചു പറ, യേശുവിനാൽ അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞെന്ന് പറയുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്തു. അവനെ ക്രമം ചെയ്ത വീര്യപ്രവർത്തികളെ ദേശത്ത് പറയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? കണ്ണുകൾ അടയട്ടെ ദൈവസന്നിധിയിൽ. ഫാദർ ഐ താങ്ക് യു ലോർഡ്, ഫാദർ ഐ താങ്ക് യു ലോർഡ്. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാ. ദൈവാത്മാവിനകത്ത് തിരിച്ചറിയും. ഈ പകലിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണ വ്യാപരിക്കണമെങ്കിൽ ആമേ നിങ്ങളുടെ അകത്ത് ഒരിക്കലും ഞാനിപ്പോഴും പറയുന്നു, ആമേ നെഗറ്റീവായതിനെ അല്ല പോസിറ്റീവായതിനെ ചിന്തിക്കുക. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആമേ നിങ്ങൾ പല വഴി നടക്കല്ലേ, ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് ഒരുങ്ങണം. ഹല്ലേലൂയ. 6 ദിവസം നിങ്ങളുടെ ഇഷ്ടത്തിന് നടന്നു, 7-ാം ദിവസം ദൈവസന്നിധി വന്ന് മുട്ടുമടക്കി ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ് അവൻ്റെ തിരുവത്താഴ മേശയിൽ പങ്കാളിയായി ആനന്ദ നൃത്തം ചെയ്ത് സന്തോഷത്തോടെ മടങ്ങി എഴുതിപ്പോയാൽ ഇന്ന് പകൽക്കാലം പറയാം, നിനക്ക് വേണ്ടത് മുഴുവൻ നൽകി തന്നുകൊണ്ടേയിരിക്കും. നീ ദൈവസന്നിധി വിശ്വസ്തനെന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കും. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം. അല്ലെങ്കിൽ നിങ്ങളിൽ അകത്ത് ദൈവ സാന്നിധ്യവും ദൈവ മഹത്വവും നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളെ തകർക്കുവാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. പക്ഷേ ഇന്ന് പകൽ അറിയണം, ഹല്ലേലൂയ, ലോകം പലതിലേക്ക് പറയും, ലോകം പലതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അതിനെ ജയിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരുക്കത്തോടെ ദൈവസന്നിധി നിന്നാൽ, വിശ്വസ്തയോടെ ദൈവസന്നിധി നിന്നാൽ ഇന്ന് പകൽക്കാലം അവർ നിങ്ങളുടെ വാതിലിലെ ദൈവം തമ്പുരാൻ തുറക്കും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒരുവൻ വിശ്വസ്തനാണെങ്കിൽ അവനെയോ അവൻ്റെ തലമുറയെക്കുറിച്ച് വിചാരപ്പെടേണ്ട വരത്തില്ല. അവനുള്ള വാതിൽ ദൈവം തമ്പുരാൻ തുറന്നുകൊണ്ട് ഇന്ന് പകൽ ഏത് സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും, ഏത് പ്രതികൂലം വന്നാലും നിങ്ങളുടെ കുടുംബവും ദൈവസന്നിധി വിശ്വസ്തയോടെ ഓടിയെത്തണം. ദൈവം ആയുസിട്ടിട്ടുണ്ടെങ്കിൽ ചത്തുപോയെങ്കിൽ പോട്ടെ, ജീവനുണ്ടെങ്കിൽ ഒറ്റ ദിവസങ്ങൾ പോലും ആരാധന മുടക്കല്ലേ. ആരാധന പിശാചിന് ഇടം കൊടുക്കുന്ന ഇടമായി മാറും. ആരാധന മുടക്കിയാൽ ഒരു മുടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ദൈവസന്നിധി വിശ്വസ്തയോടെ ദൈവസന്നിധി നിന്നാൽ തക്ക സമയം ദൈവം നമ്മെ ഉയർത്തും. ആരാധന തുടങ്ങുന്നതിന് മുമ്പേ വിശ്വസ്തരാലയത്തിൽ കയറി ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കും. ദൈവസന്നിധിയിൽ മറ്റെന്ത് കാര്യത്തിലും നിങ്ങൾ മുന്നിട്ടിറങ്ങും, ഏത് സമയത്തിലും ഏതിനും പോകും. പക്ഷേ ആരാധനയ്ക്ക് നിങ്ങൾ സമയം മാറ്റിവെക്കുന്ന ഓർത്തോ, ചില കാര്യങ്ങൾ ദൈവം ഫയല് മാറ്റിവെക്കും. അത് മാറ്റിവെക്കാനിടയാകല്ലേ. ദൈവസന്നിധി കർത്താവ് വിശ്വസ്തനാണെങ്കിൽ ദുഷ്ടൻ്റെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കാതെ
എന്നെ സംരക്ഷിക്കുന്നവനാണെങ്കിൽ ഞാനും ദൈവസന്നിധി വിശ്വസ്തനെന്ന് പറയുവാൻ നിൽക്കണം. ദൈവസന്നിധിയിൽ ഒരുക്കത്തോടെ ഒരുവൻ നിൽപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ കഴിഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ അവൻ്റെ ഭാവി മാറ്റും. കർത്താവിന് മനസ്സലിവ് തോന്നിയാൽ, ദൈവത്തിന് മനസ്സലിവ് തോന്നിയാൽ നിമിഷം കൊണ്ട് മാറ്റും. എത്രയോ വർഷങ്ങൾ ആലയത്തിൽ വന്നിരുന്നിട്ട് ഒന്നും ലഭിക്കപ്പെടാവോ നൂറുകണക്കിന് ജനം അങ്ങനെ ആയിപ്പോവല്ലേ. ദൈവം ദിനം പ്രതി വർദ്ധിപ്പിക്കണമെങ്കിൽ ദൈവസന്നിധി വിശ്വസ്തര. എല്ലാ കണ്ണുകളും അടച്ചേ ഒരു നിമിഷം ചോദിച്ചേ, നിന്റെ മടി കൊണ്ടല്ലേ ഈ 10 മണിക്ക് ആലയത്തിൽ വരുന്നത്? 11 മണിക്ക് ആലയത്തിൽ വരുന്നതിനും അത് തന്നെയല്ലേ? ഒരുക്കമുണ്ടെങ്കിൽ അനുഗ്രഹം ഭവനത്തിൽ ലഭിക്കപ്പെടും. ഞാൻ ഇന്നും പറയുന്നു, കല്യാണത്തിന് താമസിച്ചു പോയാലും ഏത് സാഹചര്യത്തിൽ താമസിച്ചു പോയാലും ദൈവസന്നിധി വരുന്നതിന് നിനക്കൊരു പ്രസരിപ്പും ഒരു ഓട്ടവും ഒരു വിശ്വസ്തതയും ഉണ്ടെങ്കിൽ നിനക്ക് അപ്പത്തിന് ഇറക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസ്തരെന്ന് ദൈവം തമ്പുരാന് തോന്നിയാൽ അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ ദൈവം നിനക്ക് വാതിലുകളെ തുറന്നു തരും. അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ ദൈവം നിന്റെ ശക്തമായ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആമേ. എപ്പോഴും ദൈവസന്നിധിയിലെണ്ണം. മറ്റേതിനൊക്കെയോ നിങ്ങൾ സമയം കണ്ടെത്തുമ്പോൾ ആരാധനയ്ക്ക് മുന്നിൽ വന്ന് ആരാധന തുടങ്ങുന്നതിന് മുമ്പ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ആ കർത്താവിനെ മഹത്വപ്പെടുത്തിയ ഒരു പണിയില്ലെങ്കിൽ ആലയത്തിൽ എത്ര വർഷം ഇരുന്നാലും അനുഗ്രഹിക്കപ്പെടത്തില്ല. എത്ര വർഷം കൊട്ടിയാലും പാടിയാലും ചുമ്മാതെ കള്ളബന്ധിക്കോസുകാരനായിട്ട് പോകാനേ പറ്റുള്ളൂ. പക്ഷേ ഒരുത്തം വിശ്വസ്തതയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ദേശത്തിനകത്ത് അവനെ ദൈവം തമ്പുരാൻ വിളക്കാക്കി മാറ്റും. അവനെ ദൈവം തമ്പുരാൻ ഉയർത്തി മാറ്റും. അവൻ്റെ ശുശ്രൂഷയാണ് ശുശ്രൂഷ മാറ്റും. ബിസിനസ്സാണ് ബിസിനസ് മാറ്റും. വഴികളെ ദൈവം തമ്പുരാൻ തുറക്കും. കഴിഞ്ഞടുത്തൊരു ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ ഒരു അനുഭവം ഉണ്ടായി. അവരുടെ വീട്ടിൽ എല്ലാവരും ബന്ധിക്കോസുകാരാണ്. അവർ പറഞ്ഞു, ഞാൻ ബന്ധിക്കോസി വരത്തില്ല, ഞാൻ ഇവന്മാരെ കണ്ടോടുകൂടി ബന്ധിക്കോസി വരത്തില്ല. അന്യായ സാക്ഷ്യം. ഇന്ന് പകലറിയണം, ഒരനുഗ്രഹത്തിലേക്ക് പോകണം എന്ന് നമ്മുടെ എൻ്റെ അകത്ത് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ഉയർച്ചയിലേക്ക് പോകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ സമയവും കാലവും കണ്ടെത്തി പ്രാർത്ഥിച്ചേ മതിയാവത്തുള്ളൂ. അതിന് ഒരുക്കപ്പെട്ട് പ്രാർത്ഥിച്ചേ മതിയാവുള്ളൂ.